ദൈവത്തിന് സ്തോത്രം. വീണ്ടും വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നല്ല നാമം ഈ നല്ല പകലിലും നമ്മുടെ മധ്യവും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരുമിച്ച് ഒരിക്കൽ കൂടി നല്ല കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുവാൻ, ആ കർത്താവിനെ സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ സർവശക്തനായ ദൈവം ഒരുക്കി തന്ന വിലയേറിയ നല്ല അവസരത്തിനായി നമുക്കൊരുമിച്ച് നല്ല കർത്താവിനെ സ്തുതിക്കാം, മഹത്വപ്പെടുത്താം. ഒരുമിച്ച് ആധരങ്ങളെ തുറന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. നന്ദി കർത്താവേ, നന്ദി യേശുവേ, നന്ദി രാജാവേ, അങ്ങ് ഒരുക്കി തന്ന നല്ല അവസരത്തിനായി, നല്ല സാവകാശത്തിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ലോകമെമ്പാടും കർത്താവിൻ്റെ ഉയർപ്പിനെ ആടി ഉറപ്പിക്കുന്ന ഈ ദിവസം കർത്താവിനെ സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ, ആ ഉയർപ്പിൽ ആശയുള്ളവരായിരിക്കുവാൻ സ്വർഗം തന്ന നല്ല അവസരത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അവനെ സ്തുതിച്ചാട്ടെ. മരിച്ചുപോയ ഒരുവനെയല്ല, ഈ ലോകത്തിൽ നിന്ന് ഇല്ലാതെ പോയ ഒരുവനെയല്ല, മാറ്റപ്പെട്ടു പോയ ഒരുവനെയല്ല, മരണത്തെ ജയിച്ച, പാതാളത്തെ തകർത്ത നസ്രനായ യേശുവിനെ ഈ പകലിലും സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. നമുക്കൊരു ദൈവമുണ്ട്, അവൻ സർവശക്തനാണ്. അവൻ അങ്ങ് ദൂരെ എവിടെയോ കാണാമറയത്തല്ല. അവൻ പിതാക്കന്മാരുടെ കാലത്തെ നശിച്ചു പോയവനല്ല. അവൻ പണ്ടെങ്ങോ മരണപ്പെട്ടു പോയവനല്ല. അവൻ മരണത്തെ തകർത്തവൻ, അവൻ പാതാളത്തെ ജയിച്ചവൻ, അവൻ പിശാചിന്റെ തല തകർത്തവൻ, അവൻ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു, നമുക്കുള്ള ദൈവം. അവൻ ഉയർത്തെഴുന്നേറ്റവൻ. അവന് മരണത്തിന് കീഴടക്കുവാൻ കഴിയത്തില്ല, അവന് പാതാളത്തിന് കീഴടക്കുവാൻ കഴിയത്തില്ല, അവന് പിശാചിന് കീഴടക്കുവാൻ കഴിയത്തില്ല. അവന് പീലാത്തോസിന്റെ ആജ്ഞയ്ക്കോ റോമൻ ഭരണകൂടത്തിനോ പടയാളികളുടെ കൈക്കരുത്തിനോ ഇമ്പീരിയർ മുദ്രയ്ക്കോ കീഴ്പ്പെടുത്തുവാൻ കഴിയത്തില്ല. എന്റെ ദൈവത്തെ ലോകത്തിന് കീഴ്പ്പെടുത്തുവാൻ കഴിഞ്ഞിട്ടില്ല. സർവശക്തനായ ദൈവത്തെ, നസ്രനായ യേശുവിനെ മനുഷ്യർക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിഞ്ഞിട്ടില്ല, നിയമങ്ങൾക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിഞ്ഞിട്ടില്ല. എങ്കിൽ അവനുള്ള നിങ്ങളെയും, ഓ താങ്ക് യു ലോർഡ്, അവൻ മരണത്തെ ജയിച്ചതുകൊണ്ട്, മരണത്തെ ജയിക്കുവാൻ വരം ലഭിച്ചവൻ കർത്താവിനെ സ്തുതിച്ചാട്ടെ. അവൻ പാതാളത്തെ ജയിച്ചതുകൊണ്ട്, പാതാളത്തെ ജയിക്കുവാൻ വരം ലഭിച്ചവർ ഈ നല്ല പകലിലും കർത്താവിനെ സ്തുതിച്ചാട്ടെ. അവൻ തകർച്ചകളെ പണിതതുകൊണ്ട്, തകർച്ചകളെ പണിയുവാൻ വരം ലഭിച്ചവർ ആ നല്ല കർത്താവിനെ ഒരുമിച്ച് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ നിയമങ്ങളെ തകർത്തതുകൊണ്ട്, തകർത്ത് കളയുവാൻ, മുടിച്ചു കളയുവാൻ എഴുതി തിട്ടപ്പെടുത്തിയ നിയമങ്ങളെ തകർത്തതുകൊണ്ട്, നിങ്ങൾക്ക് വിരോധമായി അധികാരം കൊണ്ടും ആൾബലം കൊണ്ടും പദവി കൊണ്ടും എടുക്കപ്പെട്ട തീരുമാനങ്ങളെ ജയിക്കുവാൻ, നിയമങ്ങളെ ജയിക്കുവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്ന കൃപയ്ക്കായി താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. നന്ദി കർത്താവേ, നന്ദി യേശുവേ. ഹല്ലേലൂയ. സ്തുതിക്കുന്ന രാജാവേ, പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ഞങ്ങൾക്കൊപ്പമായിരിക്കുന്നവർ, ലൈവിൽ ഞങ്ങളെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവർ നല്ല കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി ഈ സ്തോത്രം ഓഡിറ്റോറിയത്തിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഹാളിൽ നിൽക്കുമ്പോൾ, നിങ്ങളോട് ശുശ്രൂഷിക്കുമ്പോൾ എനിക്ക് സന്തോഷിക്കുവാനുള്ളത് അത് തന്നെയാണ്. എൻ്റെ ദൈവം കാണാതെ പോയിട്ടില്ല, എൻ്റെ ദൈവം മരിച്ചു പോയിട്ടില്ല, എൻ്റെ ദൈവത്തെ ഒതുക്കി വയ്ക്കുവാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, നിന്റെ ദൈവത്തെ ഒതുക്കി വയ്ക്കുവാൻ ആർക്കും കഴിഞ്ഞിട്ടില്ലെങ്കിൽ, നിന്റെ ദൈവത്തെ പിടിച്ചു വയ്ക്കുവാൻ ആർക്കും കഴിഞ്ഞിട്ടില്ലെങ്കിൽ, അവനെ കാൽ കീഴിലാക്കുവാൻ ആർക്കും കഴിഞ്ഞിട്ടില്ലെങ്കിൽ, നിന്നെയും കാൽ കീഴിലാക്കുവാൻ ഒരു ശത്രുവിനും കഴിയത്തില്ല. ഇന്ന് നിന്നെ കാൽ കീഴിലാക്കുമെന്ന്, ഇന്ന് നിന്നെ തകർത്ത് കളയുമെന്ന്, ഇന്ന് നിന്നെ മുടിച്ചു കളയുമെന്ന് വെളിപ്പെട്ട് വ്യാപരിക്കുന്ന ഓ മന്ത്രവാദ ശക്തികൾക്കോ ആ വിചാരങ്ങൾക്കോ ക്ഷുദ്ര യേശുവിനാമത്തിൽ ദൈവസാന്നിധ്യം തിരിച്ചറിയുന്നവർ പ്രാർത്ഥിച്ചാട്ടെ. ഉയർപ്പിന്റെ അനുഭവം ഇന്ന് പകലിൽ ആവർത്തിക്കുവാൻ, ഓ യാസ് യേശുവിൻ നാമത്തിൽ. ചിലർ പാതാളത്തിൽ നിന്ന്, ചിലർ കല്ലറകളുടെ അനുഭവത്തിൽ നിന്ന്, ചിലർ പിശാചിനാൽ ബന്ധിക്കപ്പെട്ട അനുഭവങ്ങളിൽ നിന്ന് പുറത്തു വരിക. ഓ രാധാന ശഖ രതനെ ശന്ധാർ യേശുവിൻ നാമത്തിൽ ചിലർ പുറത്തു വരുവാൻ പോകുക, ചിലർ പുറത്തു വരുവാൻ പോകുക. 2000 വർഷത്തിന് മുമ്പ് ഒരു കല്ലറ പൊളിച്ചവൻ എനിക്കും നിനക്ക് മുൻപിലുള്ളത് കൊണ്ട് ചില കല്ലറകൾ, നിന്നെ നിന്ദിക്കുവാനും അപമാനിക്കുവാനും ഒതുക്കി കൂട്ടിയ ചില കല്ലറകളെ, സഭയെ എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് നിങ്ങൾക്ക് വിരോധമായി ശത്രു വച്ച ആ കല്ലറകളെ എന്റെ കർത്താവിന്റെ നാമത്തിൽ നിങ്ങളിന്ന് ഭേദിക്കുവാൻ, ഓ യെസ് യേശുവിൻ നാമത്തിൽ തകർച്ചയ്ക്ക് കാരണമായ രോഗമെന്ന ആ സ്തോത്രം കല്ലറയെ നിങ്ങൾ ഭേദിക്കുവാൻ പോകുക, ആ കെട്ടിനെ നിങ്ങൾ പൊട്ടിക്കുവാൻ പോകുക. അതേ പ്രിയരെ, നമ്മൾ ഭാഗ്യമുള്ള ജനമാണ്.
ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തിന് ആരോഗ്യമില്ലാതില്ല, നമ്മുടെ ദൈവത്തിന് കണ്ണ് കാണുവാൻ കഴിയാതില്ല, നമ്മുടെ ദൈവത്തിന്റെ ചെവി പൊട്ടയായി പോയിട്ടില്ല. അവന് കേൾക്കാം, അവന് കാണാം, അവന് കരം നീട്ടുവാൻ കഴിയും. ആ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രതീക്ഷയോടെ പ്രത്യാശയോടെ ആയിരുന്നാട്ടെ. ഇന്ന് പ്രതീക്ഷിച്ച് ആഗ്രഹിച്ചിരിക്കുന്നതിലും അപ്പുറമായത് നമ്മുടെ ജീവിതത്തിൽ സംഭവിപ്പിക്കുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. ഒരിക്കൽ കൂടി സന്തോഷത്തോടെ പറയട്ടെ, നിങ്ങളുടെ പ്രതീക്ഷകൾക്കും നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കും അപ്പുറമായത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിപ്പിക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. പ്രാർത്ഥന ഒട്ടും കുറയ്ക്കേണ്ട, പ്രതീക്ഷയോടെ ഒപ്പം വന്നാട്ടെ. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി, ഇന്നത്തെ ചിന്തയ്ക്കായി വായിക്കട്ടെ. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ അവൻ ഒന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം. സംശയിക്കുന്നവൻ കാറ്റടിച്ച് അലയുന്ന കടൽ തിരയ്ക്ക് സമൻ. ഇങ്ങനെയുള്ള മനുഷ്യൻ കർത്താവിങ്കൽ നിന്ന് വല്ലതും ലഭിക്കുമെന്ന് നിരൂപിക്കരുത്. ഇരുമനസ്സുള്ള മനുഷ്യൻ തൻ്റെ വഴികളിൽ ഒക്കെയും അസ്ഥിരൻ ആകുന്നു. ഒരു നിമിഷം കേൾപ്പിച്ച വചനത്തിന് മുമ്പിൽ തലകളെ വണങ്ങാൻ പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകളെ അടച്ചേ വചനത്തിന് മുമ്പിൽ നിങ്ങളെ തന്നെ സമർപ്പിച്ചാട്ട്. ഹല്ലേലൂയ. നന്ദി കർത്താവേ, ഈ ഉയർപ്പിൻ്റെ നല്ല പകൽക്കാലം ഉയർപ്പ് പ്രതീക്ഷിച്ചായിരിക്കുന്ന ഞങ്ങളെ ഉയർത്തുവാൻ അങ്ങ് വചനത്തിലൂടെ ഇടപെടുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവേ. ഇന്ന് ഞങ്ങൾ ബന്ധിച്ചിരിക്കുന്ന, ഞങ്ങളെ അടിമപ്പെടുത്തി വച്ചിരിക്കുന്ന ശത്രുവിൻ്റെ പദ്ധതികളെ തകർത്ത് അവൻ്റെ ആലോചനകൾക്ക് മുകളിൽ ഞങ്ങളെ ഉയർപ്പിക്കുവാൻ പോകുന്ന കൃപയ്ക്കായി ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കേൾപ്പിച്ച വചനത്തിന് മുമ്പിൽ ഞങ്ങളെ താഴ്ത്തി സമർപ്പിക്കുന്നു കർത്താവേ. ഇപ്പോൾ മുതൽ ഞങ്ങളുടെ ഇഷ്ടമല്ല, ഞങ്ങളുടെ ആഗ്രഹങ്ങളല്ല, അങ്ങയുടെ നാമമഹത്വത്തിനായുള്ളത് അങ്ങയുടെ ഹൃദയത്തിലെ ഇഷ്ടം തന്നെ ഇതിനകത്ത് ലൈവിൽ കേട്ടുകൊണ്ടായിരിക്കുന്നവരുടെ ജീവിതത്തിൽ നിറവേറട്ടെ. അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് ഇപ്പോൾ മുതൽ ഞങ്ങളെ അങ്ങ് നിറയ്ക്കണമേ കർത്താവേ. ഞങ്ങൾ കാണുവാൻ കഴിയാത്തത് കാണുവാൻ, ഞങ്ങൾ കേൾക്കുവാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാത്ത നല്ലത് കേൾക്കുവാൻ, ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് ലോകത്തിൽ ആരും വിചാരിക്കാത്തത് ഇന്ന് സംഭവിക്കുവാൻ ഈ വചനം മുഖാന്തരം ഇടയാകട്ടെ. താഴ്ത്തി സമർപ്പിക്കുന്നു, അടിയനും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. നല്ലൊരായുധമായി എടുത്ത് പ്രയോജനപ്പെടുത്തിയാട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഒരിക്കൽ കൂടി യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ, നിങ്ങൾക്കേറെ സുപരിചിതമായ വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി വായിക്കട്ടെ. 6-ാമത്തെ വാക്യം ഇങ്ങനെ ആരംഭിക്കുന്നു: എന്നാൽ അവനൊന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം. സംശയിക്കുന്നവൻ കാറ്റടിച്ച് അലയുന്ന കടൽ തിരയ്ക്ക് സമൻ. 7ലേക്ക് വരുമ്പോൾ, ഇങ്ങനെയുള്ള മനുഷ്യൻ കർത്താവിങ്കൽ നിന്ന് വല്ലതും ലഭിക്കും എന്ന് നിരൂപിക്കരുത്. 8 പറയുന്നു, ഇരുമനസ്സുള്ള മനുഷ്യൻ തൻ്റെ വഴികളിലൊക്കെയും അസ്ഥിരനാകുന്നു. ആ 3 വാക്യങ്ങൾക്കും ഈ അധ്യായത്തിലെ അല്ലെങ്കിൽ ഈ പുസ്തകത്തിലെ യാക്കോബിൻ്റെ ലേഖനത്തിലെ മുഴുവൻ വിഷയത്തിനും ഇങ്ങനെ ഒരു ടൈറ്റിൽ കൊടുത്ത് ധ്യാനിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. പ്രാർത്ഥനയുടെ തടസ്സങ്ങൾ. ആമേൻ. പ്രാർത്ഥനയുടെ തടസ്സങ്ങൾ. ഒരു മനുഷ്യന്, എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് തന്നെ, നിങ്ങൾക്കൊപ്പമുള്ളവർക്ക് ജീവനുണ്ട് എന്ന് നമ്മൾ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? ജീവൻ്റെ പ്രകടമായ ലക്ഷണമാണ് ശ്വാസോച്ഛ്വാസം. ആമേൻ. ഒരു മനുഷ്യന് ജീവനുണ്ടെന്ന് നമുക്കെങ്ങനെ, ഡോക്ടർമാർക്ക് പല നിലകളിൽ അറിയുവാൻ കഴിയും. സാധാരണക്കാരായ നമുക്കറിയുവാൻ കഴിയുന്നത് അവൻ്റെ മൂക്കിൽ കൂടെ ശ്വാസം താഴേക്ക് വരുന്നുണ്ടോ, അവൻ ശ്വാസം വലിച്ചെടുക്കുന്നുണ്ടോ, അത് ആ പ്രോസസ്സ് നടക്കുമ്പോൾ നെഞ്ചുയരുന്നുണ്ടോ താഴുന്നുണ്ടോ, ഇങ്ങനെയാണ് നമുക്കൊരു മനുഷ്യൻ ജീവനുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ഇതുപോലെയാണ് ഒരു മനുഷ്യൻ ദൈവമുള്ളവനാണോ, അല്ലെങ്കിൽ അവൻ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചവനാണോ എന്ന് തിരിച്ചറിയുവാൻ കഴിയുന്നത്. ശ്വാസോച്ഛ്വാസമുള്ള ഒരു മനുഷ്യന് ജീവനുണ്ടെന്ന് തിരിച്ചറിയുന്നത് പോലെ ദൈവമുള്ളൊരു മനുഷ്യൻ അവൻ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കും. ഒരിക്കൽ കൂടി പറയട്ടെ, നമുക്ക് ദൈവമുണ്ടെന്ന് എങ്ങനെ മറ്റുള്ളവർ തിരിച്ചറിയും? അല്ലെങ്കിൽ നമുക്കൊപ്പമുള്ളവർക്ക് ദൈവമുണ്ടെന്ന് എങ്ങനെ നമുക്കൊപ്പമുള്ളവർക്ക് തിരിച്ചറിയുവാനായിട്ട് കഴിയും? അതേ, ശ്വാസോച്ഛ്വാസമുള്ള ഒരു മനുഷ്യൻ ജീവിക്കുന്നത് പോലെ പ്രാർത്ഥനയുള്ള നമ്മൾ ദൈവമുള്ളവരായി തുടരും. പ്രാർത്ഥന ഉണ്ടോ, അവന് ദൈവമുണ്ട്. പ്രാർത്ഥനയിലെ പറച്ചില് മാത്രമേ ഉള്ളൂ, ദൈവമില്ല. നോക്കൂ, ഒരുവൻ കർത്താവിന് തൻ്റെ ജീവിതം വിട്ടുകൊടുക്കുമ്പോൾ എന്താണ് അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്? പതിവായി സീരിയൽ കാണുന്ന സമയത്ത് അവനെ നോക്കിയാൽ, അവളെ നോക്കിയാൽ കാണത്തില്ല. അപ്പോൾ അവൻ മുറിക്കകത്തിരുന്ന് പ്രാർത്ഥിക്കും. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. പതിവായി കൂട്ടുകാരുമായി നുണ പറയുന്ന, അടികൂടുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും പറയുന്ന ആ കൂട്ടത്തിന്
മധ്യത്തിൽ ദൈവമുള്ളവനെ കാണത്തില്ല, അല്ലെങ്കിൽ ദൈവത്തെ സ്വീകരിച്ചവനെ കാണത്തില്ല. ആ സമയം അവൻ മുറിക്കകത്തിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ച് പിശാചിനോട് മല്ലുപിടിക്കും. ആമേൻ, താങ്ക് യു ലോർഡ്. നാട്ടുകാരുടെ കുറ്റങ്ങൾ പറയുന്നവൻ ദൈവത്തോട് പിശാചിന്റെ കുറ്റങ്ങൾ പറയുവാനായിട്ട് തുടങ്ങും. നാട്ടുകാരുടെ കുറ്റങ്ങൾ പറയുന്നവൻ ദൈവത്തോട് നമ്മുടെ കുറ്റങ്ങളെ ഏറ്റു പറയുവാനായിട്ട് തുടങ്ങും. ആമേൻ. ദൈവമുള്ളവനെ അങ്ങനെ തിരിച്ചറിയുവാനായിട്ട് കഴിയും. കുപ്പിക്ക് ഷെയറുന്നവരുടെ കൂട്ടത്തിൽ ആ ദൈവമുള്ളവനെ കാണത്തില്ല, പിന്നെ അവൻ മുറിക്കകത്ത് ദൈവവുമായി തന്നെ ഷെയർ ചെയ്യും. ആമേൻ. അപ്പോൾ ദൈവമുള്ള ഒരു മനുഷ്യനെ എങ്ങനെ തിരിച്ചറിയുവാൻ കഴിയും? പ്രാർത്ഥന ഉള്ളവനാണ് ദൈവമുള്ള മനുഷ്യൻ. എപ്പോൾ ഒരു മനുഷ്യൻ ശരിയാകും വണ്ണം ദൈവത്തെ സ്വീകരിക്കുന്നുവോ, അല്ലെങ്കിൽ ദൈവത്തിനൊപ്പമുള്ള ഒരു ജീവിതം ആരംഭിക്കുന്നുവോ, അപ്പോൾ മുതൽ അവൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥന ഉണ്ടാകും. അപ്പോൾ മുതൽ അവൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥന ഉണ്ടാകും. നിങ്ങൾക്കിത് വലിയൊരു കാര്യമായിട്ട് തോന്നത്തില്ല. ഞാൻ എളുപ്പത്തിൽ പറഞ്ഞു തരാം. എപ്പോൾ മുതൽ നിങ്ങൾ ദൈവമുള്ളവരായി മാറുന്നുവോ അപ്പോൾ മുതൽ പ്രാർത്ഥന മാത്രമല്ല, അപ്പോൾ മുതൽ നിന്ദയുണ്ടാകും, പരിഹാസമുണ്ടാകും, അപമാനമുണ്ടാകും, കളിയാക്കലുണ്ടാകും. ആമേൻ. അപ്പോൾ നമ്മൾ ഒരു പക്ഷേ ചിന്തിക്കും, ദൈവദാസനെ ഇത്രമാത്രം കഷ്ടപ്പെട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് എന്തിനാണ്? അപ്പോൾ ആ പ്രാർത്ഥനയുടെ റിസൾട്ടിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. പുറപ്പാട് പുസ്തകം 8-ാം അധ്യായം 13-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. മോശയുടെ പ്രാർത്ഥന പ്രകാരം യഹോവ ചെയ്തു. ശ്രദ്ധിക്കണമേ, മോശയുടെ പ്രാർത്ഥന പ്രകാരം യഹോവ ചെയ്തു. മോശയുടെ പ്രാർത്ഥന പ്രകാരം ദൈവം ചെയ്തു. അർത്ഥം സിമ്പിളാണ്. നീ പ്രാർത്ഥിക്കുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ് ദൈവം ചെയ്യുവാൻ പോകുന്നത്. ഒരിക്കൽ കൂടി സന്തോഷത്തോടെ പറയട്ടെ, നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ദൈവം ചെയ്യും. എന്നെ കേൾക്കുന്ന സഭയെ, എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന തന്നെ ദൈവം ചെയ്യും. നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് പോലെ അനുഗ്രഹിക്കപ്പെട്ട തൊഴിൽ എൻ്റെ ദൈവം നിങ്ങൾക്ക് നൽകും. നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് പോലെ അനുഗ്രഹിക്കപ്പെട്ട കുടുംബം നിങ്ങൾക്ക് നൽകും. നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് പോലെ അനുഗ്രഹിക്കപ്പെട്ട തലമുറകളെ നിങ്ങൾക്ക് ദൈവം നൽകും. നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് പോലെ നിങ്ങളുടെ ഭർത്താവിനെ ദൈവം മാനസാന്തരപ്പെടുത്തും. നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് പോലെ നിങ്ങളുടെ ഭാര്യയെ ദൈവം മാനസാന്തരപ്പെടുത്തും. നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് പോലെ നിങ്ങളുടെ മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കളെ, നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ ദൈവം മാനസാന്തരപ്പെടുത്തും. നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് പോലെ നിങ്ങൾക്ക് മുമ്പിൽ പുതുവഴികൾ തുറന്ന് യേശുവിൻ നാമത്തിൽ സഹോദര, മടുത്തു തളർന്നായിരിക്കുന്ന നിന്നോട് നീ പ്രാർത്ഥിക്കുന്നത് പോലെ, ആരെങ്കിലും പറയുന്നത് പോലെയല്ല, നീ എവിടെ നിന്നെങ്കിലും കേട്ടതുപോലെയല്ല, നീ പ്രാർത്ഥിക്കുന്നത് പോലെ ദൈവം നിനക്ക് ചെയ്യും. നീ പ്രാർത്ഥിക്കുന്നത് പോലെ നിനക്ക് നന്മയുണ്ടാകും. നീ പ്രാർത്ഥിക്കുന്നത് പോലെ നീ ദേശത്തിൽ അനുഗ്രഹിക്കപ്പെടും. നീ പ്രാർത്ഥിക്കുന്നത് പോലെ നീ സൗഖ്യമാകും. നീ പ്രാർത്ഥിക്കുന്നത് പോലെ നിന്റെ ശുശ്രൂഷ അനുഗ്രഹിക്കപ്പെടും. നീ പ്രാർത്ഥിക്കുന്നത് പോലെ ഓ താങ്ക് യു ലോർഡ്, നിന്റെ ആത്മീയ ജീവിതം അനുഗ്രഹിക്കപ്പെടും. നോക്കൂ, സ്തോത്രം. മോശയുടെ പ്രാർത്ഥന പ്രകാരം ദൈവം ചെയ്തു. ഇവിടെ പ്രാർത്ഥനയുടെ പ്രാധാന്യം നിങ്ങൾ തിരിച്ചറിയുക. എന്താണ് പ്രാർത്ഥനയുടെ പ്രാധാന്യം? നമ്മൾ പറയുന്നത് പോലെ. ആരാണ് നമ്മൾ പറയുന്നത് പോലെ കേൾക്കുന്നത്? നമ്മളെക്കാൾ ഗതികെട്ടവർ നമ്മൾ പറയുന്നത് പോലെ കേൾക്കും. ശ്രദ്ധിച്ചു നോക്കിയാൽ നമ്മളെക്കാൾ ഗതികെട്ടവരെ ഒന്നും കാണുവാൻ കഴിയത്തില്ല. ഞാൻ പലരെയും നോക്കിയിട്ടുണ്ട്. അപ്പോഴൊക്കെ എനിക്ക് തന്നെ മനസ്സിലായുള്ള ഒരു സത്യം, ഞാനാണ് എല്ലാവരെക്കാളും ഗതികെട്ടവൻ. ആമേൻ. അതുകൊണ്ട് തന്നെ വേറെ ആരും ഞാൻ പറഞ്ഞാൽ കേൾക്കത്തില്ല. ഇനി നമ്മുടെ പ്രിയപ്പെട്ടവർ കേൾക്കുമോ, ഭാര്യ കേൾക്കുമോ, ഭർത്താവ് കേൾക്കുമോ, മക്കൾ കേൾക്കുമോ? ഒരു പരിധിവരെയൊക്കെ മക്കളോട് പറഞ്ഞു നോക്കുക, അപ്പോൾ മനസ്സിലാകും ആരും കേൾക്കത്തില്ല. ആമേൻ, ഹല്ലേലൂയ. നമ്മൾ പറയുന്നത് പോലെ ആരും കേൾക്കത്തില്ല. എന്നാൽ കേൾക്കണമേ, ഈ സർവത്തെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സർവശക്തനായ ദൈവം പ്രാർത്ഥിക്കുന്ന സഹോദര, സഹോദരി, നീ പറയുന്നത് പോലെ കേൾക്കും. ഓ താങ്ക് യു ലോർഡ്. പ്രാർത്ഥിക്കുന്ന സഹോദര, സഹോദരി, പ്രാർത്ഥിക്കുന്ന മാതാവേ, പിതാവേ, കുഞ്ഞുമക്കളെ, നിങ്ങൾ പറയുന്നത് പോലെ ലോകത്തിൽ ആര് കേട്ടില്ല എങ്കിലും ഈ സർവശക്തനായ ദൈവം, ഈ അണ്ടകടാകത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവം നീ പറയുന്നത് പോലെ കേൾക്കും. ഹല്ലേലൂയ. ഇത് ചിലർക്കൊന്നും ഇഷ്ടപ്പെടത്തില്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വൈകുന്നേരത്തെ ഒരു ഫോൺ കോൾ വന്നു. ആ സ്തോത്രം, ഫോൺ കോൾ വന്നിട്ട് ആ മറുതലക്കിൽ നിന്ന് കേട്ട ശബ്ദം ഇതാണ്: നിർത്തിക്കോണം. ആമേൻ, സ്തോത്രം. ഞാനിങ്ങനെ എന്താ ബ്രദർ എന്താ പറയുന്നത് ചോദിച്ചപ്പോൾ വീണ്ടും പറഞ്ഞു നിർത്തിക്കോളണം. അപ്പോൾ നിർത്തിക്കോളുവാൻ പറഞ്ഞതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, എന്നിട്ട് ആ മെസ്സേജിൽ യാക്കോബിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആമേൻ. പഴയ നിയമത്തിലെ യാക്കോബാണ് കേട്ടോ, പുതിയ നിയമത്തിലെ യാക്കോബല്ല. യാക്കോബ് യാബോക്കിന്റെ കടവിങ്കൽ വെച്ച് ദൈവത്തോട് മല്ല് പിടിച്ചു. പുള്ളിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ പുള്ളി പറയുന്നതാണ്, പിന്നെ നീ പറയുന്നത് പോലെ കേട്ടങ്ങ് മല്ല് പിടിക്കാൻ ദൈവം നിൽക്കുകയല്ലേ, മല്ല് പിടിച്ച് ദൈവത്തെ അങ്ങ് തോൽപ്പിക്കുകയല്ലേ? ഞാൻ പറഞ്ഞു, ദൈവ സഹോദര, ഇത് ബൈബിളിൽ എഴുതിയിട്ടുള്ളതല്ലേ, ബൈബിൾ നിന്റെ കാര്യം നോക്കി പോടാ, നീ ആരാ? ആമേൻ. ദൈവം അങ്ങനെ ബലഹീനനാണോ? ദൈവം അങ്ങനെ തോറ്റു കൊടുക്കുമോ? ആമേൻ. ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ പുറത്തുണ്ട്. അവരോട് തർക്കത്തിന് ഞാനില്ല. പക്ഷേ എനിക്കുറപ്പുണ്ട്, എൻ്റെ ദൈവം അങ്ങനെ തന്നെയാണ്. ആമേൻ, ഹല്ലേലൂയ. എൻ്റെ ദൈവം അങ്ങനെ തന്നെയാണ്. നോക്ക്, ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 22 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ ഇപ്പോൾ നിങ്ങൾ വായിക്കേണ്ട, വീട്ടിൽ പോയി
പോയിട്ട് സാഹചര്യം പോലെ ഞാൻ പറയുന്നത് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ വായിച്ചു നോക്കുക. അവിടെ ഭക്തനായൊരു മനുഷ്യൻ്റെ പ്രാർത്ഥന, ഭക്തൻ്റെ പേര് ആബ്രഹാം എന്നാണ്. ആബ്രഹാമിൻ്റെ പ്രാർത്ഥനാ വിഷയം ഇതാണ്: തൻ്റെ കൂടെ ഇറങ്ങിത്തിരിച്ച് കുറെ കഴിഞ്ഞപ്പോൾ ദൈവ വഴിവിട്ട് അകന്നുപോയ ലോത്തും താൻ പാർക്കുന്ന ദേശം ഉൾപ്പെടെ നശിക്കുവാൻ പോകുന്നു. ശ്രദ്ധിക്കണമേ, ആബ്രഹാമിൻ്റെ പ്രാർത്ഥന ഇതാണ്: തൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിക്കുകയും തൻ്റെ വാക്ക് കേട്ട് ദൈവത്തിൻ്റെ പിന്നാലെ സഞ്ചരിക്കുകയും ദൈവമുഖം നോക്കി നടക്കുകയും ചെയ്ത ലോത്ത് ഒരു പ്രത്യേക സമയത്ത് ദൈവത്തെയും തള്ളിപ്പറഞ്ഞ് തൻ്റെ അടുക്കൽ നിന്ന് അകന്നുപോയി. അവൻ നശിക്കുവാൻ പോകുന്നു. അർത്ഥം, ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നവൻ നശിക്കും, അതിന് യാതൊരു മാറ്റവുമില്ല. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ കേൾക്കണമേ, അവൻ നശിക്കുവാൻ പോകുന്നു എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഉള്ളിൽ നന്മയുള്ള ആബ്രഹാം, ഹൃദയവിശാലതയുള്ള ആബ്രഹാം ദൈവത്തിൻ്റെ അടുക്കൽ കടന്നുപോയി. എന്തിനാ? പ്രാർത്ഥിക്കുവാൻ വേണ്ടി. ആബ്രഹാം പ്രാർത്ഥിച്ചു തുടങ്ങി: ദൈവമേ, നീ നശിപ്പിക്കുവാൻ പോകുന്ന ആ ദേശത്തിൽ ഒരു 50 ഭക്തന്മാരുണ്ടെന്നിരിക്കട്ടെ. അപ്പോൾ നീ എന്ത് ചെയ്യും? എങ്ങനെ നിനക്ക് തീ ഇറക്കുവാൻ കഴിയും? ആമേൻ. ദൈവം ആബ്രഹാമിന്റെ മുഖത്ത് നോക്കി, ഇവൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ദൈവത്തിന് അറിയാമല്ലോ. ദൈവം പറഞ്ഞു: പേടിക്കണ്ടടാ മോനെ, ആബ്രഹാമെ, 50 പേരുണ്ടെങ്കിൽ ഞാനൊന്നും ചെയ്യത്തില്ല. ആബ്രഹാമിനൊരു സന്തോഷമൊക്കെ വന്നു. ആബ്രഹാം പറഞ്ഞു: ദൈവമേ, ഒന്നുകൂടെ ഒരു 40 ആയാലോ? ആബ്രഹാമിന്റെ മുഖത്ത് നോക്കിയിട്ട് ദൈവം പറഞ്ഞു: അതെ, കുഴപ്പമില്ലടാ, 40 ആണെങ്കിലും ഞാൻ ശരിയാക്കിക്കോളാം, ഒന്നും പേടിക്കണ്ട. ആബ്രഹാം പിന്നെയും ചോദിച്ചു: 30 ആയാലോ കർത്താവേ? ആബ്രഹാം പിന്നെയും ചോദിച്ചു: 20 ആയാലോ കർത്താവേ? അവസാനം ചോദ്യത്തിന്റെ ടോൺ മാറിയപ്പോൾ അബ്രഹാമിന്റെ ഉള്ളിൽ തന്നെ അറിയാം, ഇനി ഞാൻ ചോദിച്ചാൽ കൈയില്ലാത്തവൻ കൈവെട്ടി വെച്ചടിക്കും. അവിധത്തിലാണ് അബ്രഹാം അങ്ങ് താഴ്ന്ന് ചോദിക്കുക: ഒരു 10 പേരൊക്കെ ആണെങ്കിലോ കർത്താവേ? അപ്പോൾ കർത്താവിന് മനസ്സിലായി അവിടെ ഒരുത്തനും ഇല്ല. ആമേൻ, ഹല്ലേലൂയ. ഒരു 10 പേരൊക്കെ ആണെങ്കിലോ കർത്താവേ? ആമേൻ. ഏകദേശം 32-ാമത്തെ വാക്യത്തിൽ, ഉൽപ്പത്തി പുസ്തകം 18:32 അതിന്റെ ഉത്തരം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താ? കുഴപ്പമില്ലടാ അബ്രഹാമേ, 10 പേരെങ്കിൽ 10 പേര്. അതല്ല അബ്രഹാം പ്രതീക്ഷിച്ച ഉത്തരം. ഹല്ലേലൂയ. ദൈവം അബ്രഹാമിനോട് പറയാണ് 10 പേരെങ്കിൽ 10 പേര് ഓക്കെയാണ്. പക്ഷെ അബ്രഹാം പ്രതീക്ഷിച്ച ഉത്തരം അതല്ല. കാരണം അവിടെ 10 പേരുണ്ടോ? അവൻ സോദോമിൽ 10 പേരുണ്ടോ? 10 പേരില്ലെന്നേ, അവിടെ ഇല്ല. പക്ഷേ ദൈവം അബ്രഹാം പ്രതീക്ഷിച്ച ഉത്തരം നൽകുന്ന ഒരു സന്ദർഭം തൊട്ടടുത്ത അധ്യായത്തിൽ കാണുവാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം 29-ാമത്തെ വാക്യത്തിൽ അവിടെ ശ്രദ്ധിക്കണം, ഇങ്ങനെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു: എന്നാൽ ആ പ്രദേശങ്ങളിലെ പട്ടണങ്ങളെ നശിപ്പിക്കുമ്പോൾ ദൈവം അബ്രഹാമിനെ ഓർത്തു. ലോത്ത് പാർത്ത പട്ടണങ്ങൾക്ക് ഉന്മൂലനാശം വരുത്തുകയിൽ ലോത്തിനെ ആ ഉന്മൂലനാശത്തിൽ നിന്ന് ദൈവം വിടുവിച്ചു. മ്ലേച്ഛതയുടെ ആമേൻ ന്യായവിധി, സ്തോത്രം, മ്ലേച്ഛതയ്ക്ക് ആ സ്തോത്രം പ്രതിഫലമായ ന്യായവിധിയുടെ നാള് അഗ്നിമഴ മഴ പോലെ പെയ്തിറങ്ങുന്ന സമയത്ത് ദൈവം ആബ്രഹാമിനെ ഓർത്തു. ആബ്രഹാമിന്റെ മധ്യസ്ഥതയെ ദൈവം ഓർത്തു. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങളെ ദൈവം ഓർക്കും. ആമേൻ. ഏത് ന്യായവിധിയുടെ മധ്യത്തിൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവർ, നിങ്ങൾക്ക് ആർക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുന്നുവോ, നിങ്ങൾ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ, ഓ താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ അവരെ ദൈവം വിടുവിക്കും. നിങ്ങളുടെ പ്രാർത്ഥന ദൈവം ഓർക്കും, നിങ്ങളുടെ മുഖത്തെ ദൈവം ഓർക്കും. ആമേൻ, ഹല്ലേലൂയ. ന്യായപ്രമാണം വെച്ച് പ്രാർത്ഥിക്കുന്ന നിന്നെ അളക്കുവാൻ എൻ്റെ ദൈവം നിൽക്കത്തില്ല. നിന്റെ പ്രാർത്ഥനയെ ദൈവം ഓർക്കും. യേശുവിൻ നാമത്തിൽ നശിച്ചു പോകുന്ന തലമുറയെ കുറിച്ച് ഓർത്ത് ഭാരത്തോടെ പ്രാർത്ഥിക്കുന്ന മാതാവേ, കേൾക്ക്. നിന്റെ തലമുറയെ എൻ്റെ ദൈവം ഓർക്കും. നിന്റെ പ്രാർത്ഥനയെ എൻ്റെ ദൈവം ഓർക്കും. അവൻ നശിച്ചു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ ഭർത്താവ് നശിച്ചു പോകുവാൻ, നിന്റെ ഭാര്യ നശിച്ചു പോകുവാൻ, നിന്റെ പ്രിയപ്പെട്ടവർ നശിച്ചു പോകുവാൻ, നിന്റെ നന്മകൾ നശിച്ചു പോകുവാൻ, നിന്റെ അനുഗ്രഹങ്ങൾ നശിച്ചു പോകുവാൻ, നീ പ്രാപിച്ചു നിന്റെ ജീവിതം മുൻപോട്ട് സന്തോഷമായി കൊണ്ടുപോകേണ്ടതൊന്ന് നശിച്ചു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേ ഇല്ല. നീ മധ്യസ്ഥത അണച്ചിട്ടുണ്ടെങ്കിൽ, നീ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടോ, സ്തോത്രം, ഹല്ലേലൂയ, അവർ ആയിരിക്കുന്ന സ്ഥാനത്ത് ന്യായവിധിയുണ്ട്. മ്ലേച്ഛത ഉള്ളയിടത്ത് ന്യായവിധിയുണ്ട്, പാപമുള്ളയിടത്ത് ന്യായവിധിയുണ്ട്, പ്രശ്നങ്ങളുള്ളയിടത്ത് ന്യായവിധിയുണ്ട്. എന്നാൽ പ്രാർത്ഥിക്കുന്ന നീ ഉള്ളത് കൊണ്ട് ആ ന്യായവിധിയിൽപ്പെട്ട് ചിലത് തീർന്നു പോകുവാൻ എൻ്റെ ദൈവം യേശുവിൻ നാമത്തിൽ ചിലതുള്ളത് കൊണ്ട്, അയ്യോ, നീ ഉള്ളത് കൊണ്ട് നിന്റെ സഹോദരങ്ങൾ, നിന്റെ വേദന, അതാ ഞാൻ രക്ഷിക്കപ്പെട്ടു, ഞാൻ കർത്താവിനെ അറിഞ്ഞു, കർത്താവിനൊപ്പം നിൽക്കുന്നു, എൻ്റെ സഹോദരങ്ങൾ നരകത്തിൽ പോകുമല്ലോ, എൻ്റെ പ്രിയപ്പെട്ടവർ നരകത്തിൽ പോകുമല്ലോ, അവർ നരകത്തിലേക്കാണല്ലോ യാത്ര ചെയ്യുന്നത്. സഹോദരി കേൾക്ക്, ദൈവസന്നിധിയിൽ നിന്ന് അകന്നുപോയ ലോത്തിനെ അബ്രഹാമിനെ ഓർത്ത് വിടുവിച്ച ദൈവം നിന്നെ ഓർത്ത് നിന്റെ പ്രിയപ്പെട്ടവരെ വിടുവിക്കും. ഓ രാധാനാശാഖാരാധന. ചില സ്ഥാനങ്ങളിൽ നിന്ന് ചിലരെ എൻ്റെ ദൈവം പുറത്തു കൊണ്ടുവരും. ചില സ്ഥാനങ്ങളിൽ തീയിട്ട് നിന്റെ പ്രിയപ്പെട്ടവർ പെട്ടുപോയ സ്ഥാനങ്ങളിൽ തീ വിടുത്തി യേശുവിൻ നാമത്തിൽ ചില സ്ഥാനങ്ങളിൽ തീയിട്ടുകൊണ്ട്, ചില സ്ഥാനങ്ങളിൽ തീ വിടുത്തി ചിലർ നിലവിളിക്കുന്നുണ്ട്, അയ്യോ ഇവിടെ പ്രശ്നമാ, അയ്യോ ഇവിടെ പ്രതിസന്ധിയാ, ഇവിടെ പ്രതികൂലമാ. തീ വീണിട്ടുണ്ട്, ന്യായവിധിയുടെ തീ വീണിട്ടുണ്ട്. അതേ, നിന്റെ പ്രിയപ്പെട്ടവർ നശിക്കുവാനല്ല, നീ മധ്യസ്ഥത പ്രാർത്ഥിച്ച പലരും നശിക്കുവാനല്ല. ഓ രാധാനാശാഖാരാധന. ആ തീയിൽ നിന്ന് ചിലർ പുറത്തു വരുവാൻ പോകുക. ഹല്ലേലൂയ.
ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. തീയിടുന്ന ദൈവത്തിനറിയാം. ആമേൻ. ഹല്ലേലൂയ. അവിടെ പ്രാർത്ഥനയുടെ റിസൾട്ട് നൽകേണ്ട ചിലരുണ്ട്. അവരെ പുറത്തു കൊണ്ടുവരുവാൻ. ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയരെ, അബ്രഹാമിന്റെ മധ്യസ്ഥത ആർക്ക് വേണ്ടിയാണ് അബ്രഹാം മധ്യസ്ഥത ചെയ്തത്? ലോത്തിന് വേണ്ടിയാണ്. തിയോളജിയൊക്കെ മാറ്റിവെച്ചിട്ട് അവിധത്തിൽ മധ്യസ്ഥത ചെയ്യുവാൻ, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കരയുവാൻ നമ്മൾ ഒരുക്കമുള്ളവരായിരിക്കണം. അതുകൊണ്ടാണ് അബ്രഹാമിനെ കുറിച്ച് വാഗ്ദത്തം പ്രാപിച്ചവനെന്ന് മാത്രമല്ലാതെ വിശ്വാസികളുടെ പിതാവെന്നും പറയുന്നത്. ആമേൻ. കേൾക്കണമേ, അബ്രഹാമിനെ കുറിച്ച് വാഗ്ദത്ത സന്തതിയെ പ്രാപിച്ചവൻ എന്നല്ലാതെ വിശ്വാസികളുടെ പിതാവെന്ന് പറയുന്നത് അബ്രഹാം മറ്റുള്ളവർക്ക് വേണ്ടി കരഞ്ഞതുകൊണ്ടാണ്. അബ്രഹാം മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥത അണച്ചതുകൊണ്ടാണ്. വേണമെങ്കിൽ അബ്രഹാമിന് പറയാമായിരുന്നു, സ്തോത്രം, ഇവൻ ലോത്ത്, ഇവൻ കുഴപ്പക്കാരനാണ്, ഇവൻ പൊയ്ക്കോട്ടെ, ഇവനുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. എന്നെ കേൾക്കുന്ന പ്രിയരെ, ആ ഒരു പരിപാടി നടക്കത്തില്ല. നിങ്ങൾക്കൊപ്പമുള്ളവർ എന്ന് നിങ്ങൾക്ക് പ്രിയപ്പെട്ടവർ തന്നെയാണ്. അവർക്ക് വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനാ മുറികളിൽ നിങ്ങൾ സമയം ചിലവഴിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥനാ മുറികളിൽ സമയം ചിലവഴിക്കേണ്ടിയിരിക്കുന്നു. ആമേൻ. ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. മധ്യസ്ഥതയും പ്രാർത്ഥനയും ഒക്കെ ചേർത്ത് നിർത്തുവാൻ വേണ്ടിയാ. അറിഞ്ഞോ അറിയാതെയോ ഒരു വിശ്വാസി മുഖാന്തരം മറ്റൊരാൾ അകന്നു പോകുവാൻ ഇടവരരുത്. ചിലത് അകന്നു പോകുവാൻ കാരണമായി വരുന്നത് ഇവിടെ നോക്കിയേ. ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം വായിക്കുമ്പോൾ ലോത്തും അബ്രഹാമും തമ്മിൽ അകലുവാനുള്ള കാരണം എന്താ? അബ്രഹാമിന്റെ സ്തോത്രം, അബ്രഹാമിന്റെ കയ്യിൽ ഇരിപ്പ് കൊണ്ടാണോ? ലോത്തിന്റെ കണ്ണിന്റെ കുഴപ്പം കണ്ടാണോ? അങ്ങനെ ഒന്നുമില്ല. നമ്മൾ പ്രസംഗിക്കുമ്പോൾ പറയാം, ലോത്ത് നീരോട്ടമുള്ളത് കണ്ടു തിരഞ്ഞെടുത്തു. പിന്നെ ഇടയന്മാരെന്ത് തിരഞ്ഞെടുക്കും? ആമേൻ. കുറെ കാളയും കൊണ്ട് കുറെ ആടിനെയും കൊണ്ട് നടക്കുന്നവൻ നീരോട്ടമുള്ളതല്ലാതെ മരുഭൂമി തിരഞ്ഞെടുക്കും? ഇല്ല, നീരോട്ടമുള്ളത് തന്നെ തിരഞ്ഞെടുക്കും. അവിടെ അല്ല പ്രശ്നം. ഇവരെന്തുകൊണ്ടാണ് വേർപെട്ടത്? സമ്പത്ത് കൂടിയതുകൊണ്ടാണ്. ആമേൻ. ഹല്ലേലൂയ. ദേശത്തിന് സഹിക്കുവാൻ കഴിയാത്ത സമ്പത്ത് കൂടിയപ്പോൾ ഇവർ വേർപെട്ടു. അർത്ഥം കൂട്ടായ്മ വിട്ടുപിരിഞ്ഞു. ആമേൻ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കും, അബ്രഹാം പോയത് കൊണ്ട് അബ്രഹാം രക്ഷപ്പെട്ടു, ലോത്തല്ലേ നശിച്ചുള്ളൂ. 25 വർഷം ഈ മനുഷ്യൻ നരകിച്ചതുപോലെ വേറൊരുത്തരും നരകിച്ചിട്ടില്ല. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കൂട്ടായ്മ തകർത്ത് കളയുന്നതിന്, അല്ലെങ്കിൽ നമുക്കൊപ്പമുള്ളവർ വിശ്വാസത്തിൽ വർദ്ധിച്ചു വരുന്നതിനും വളരുന്നതിനും തടസ്സമായി നിൽക്കുന്നതിനെ നാം തിരിച്ചറിഞ്ഞ് നാം അതിനെ ഒഴിവാക്കി കളയുക. അതെന്ത് തന്നെ ആയിരുന്നാലും നമ്മുടെയും നമുക്കൊപ്പമുള്ളവരുടെയും ജീവിതത്തിൽ ആത്മീയത്തിന് തടസ്സമായി നിൽക്കുന്നതിനെ നാം മാറ്റിവെക്കണം. ഇവിടെ അവരെ തമ്മിൽ വേർതിരിച്ചത് ആടുമാടുകളുടെ പെരുപ്പമാണ്, വർദ്ധിച്ച സമ്പത്താണ്. ഇതുപോലെ പലതും പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും കടന്നു വരും. നമ്മൾ തിരിച്ചറിയുക, അത് മുന്നമേ തിരിച്ചറിഞ്ഞ് മുൻപോട്ട് പോകുക. അപ്പോൾ നമ്മൾ നമ്മുടെ ചിന്തയിലേക്ക് പ്രവേശിക്കുകയാണ്. വായിച്ച വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിലും പുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിലും 6 കാര്യങ്ങൾ. എന്താണ് നമ്മൾ ചിന്തയ്ക്കായി വായിച്ച വാക്യത്തിന് ടൈറ്റിലായി കൊടുത്തത്? പ്രാർത്ഥനയ്ക്കുള്ള തടസ്സങ്ങൾ, അല്ലെങ്കിൽ പ്രാർത്ഥിച്ച് പ്രാപിക്കുന്നതിനുള്ള തടസ്സങ്ങൾ. വാക്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. സ്തോത്രം. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള സ്തോത്രം വാക്യങ്ങൾ. ആ വാക്യങ്ങളുടെ അടിസ്ഥാനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. 1, സ്തോത്രം, പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ ശത്രു. ആമേൻ. പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാകുന്നു എന്ന് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു തരുന്ന ഒരു ഭാഗമുണ്ട്. 1-ാമത്തെ കാര്യം, പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ ശത്രു സംശയം അഥവാ ഇരുമനസ്സാണ്. കേൾക്കണമേ. 1-ാമത്തെ കാര്യം എന്താണ്? പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ ശത്രു സംശയം അഥവാ ഇരുമനസ്സ്. കർത്താവായ യേശു ക്രിസ്തു പറയുകയാണ് എങ്ങനെയാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൽ, ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കും എന്ന് വിശ്വസിച്ചും കൊണ്ട് ഈ മലയോട് നീങ്ങി കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കും എന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു. ശ്രദ്ധിക്കണമേ. കർത്താവായ യേശു ക്രിസ്തു എന്താണ് പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞത്? ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ. ഇവിടെ നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. സംശയം പ്രകടിപ്പിക്കാതെ എന്നല്ല യേശു പറഞ്ഞത്, ഹൃദയത്തിൽ സംശയിക്കാതെ. നമ്മളൊക്കെ സംശയം അകത്തുണ്ടെങ്കിൽ പുറത്ത് കാണിക്കാത്തവരാണ്. ഒരു ഹാളിൽ ആരാധനയ്ക്ക് ഇരിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ സംശയം പുറത്ത് പ്രകടിപ്പിക്കാതിരിക്കുന്നത്? ഇപ്പോൾ പറയുന്ന ഒരു ദൂത് നമുക്ക് തന്നെ നമ്മുടെ ബുദ്ധി വെച്ച് ചിന്തിക്കുമ്പോൾ നമുക്കറിയാം ഇത് നടക്കത്തില്ല. എങ്കിലും ഈ പ്രസംഗിക്കുന്ന ആൾ പാവം, അവനെ സങ്കടപ്പെടുത്തണ്ടല്ലോ എന്ന് പറഞ്ഞ് എന്ത് ചെയ്യും? 2 ഗ്ലോറി, 2 ഹല്ലേലൂയ സമം 4 കയ്യടി. അപ്പം കേൾക്കുന്നവൻ വിചാരിക്കും ശരിയാണ്, അതാ ഏറ്റെടുത്തു. ഉള്ളിനകത്ത് എന്താ? മുടിഞ്ഞവൻ, അവനൊക്കെ വേറെ വേലയൊന്നുമില്ല, രാവിലെ തിന്നു പിടിച്ചോണ്ട് വന്ന് പറഞ്ഞാൽ മതി. ആമേൻ. കേൾക്കണമേ. അപ്പോൾ ദൈവം പറയുന്നത് ഇങ്ങനെ
അകത്ത് സംശയിച്ചിട്ട് പുറമേ കാണിക്കാതിരിക്കുന്നതല്ല, ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹൃദയം കൊണ്ട് വിശ്വസിക്കുമെങ്കിൽ ചില മലകളോട് നീങ്ങിപ്പോയി കടലിൽ ചാടാൻ പറഞ്ഞാൽ, ഇന്ന് ഈ സമയം നീ ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് ചിലതിനോട് നീങ്ങിപ്പോയി, നിന്റെ ജീവിതത്തിൽ തടസ്സമായി നിൽക്കുന്ന ചിലതിനോട് നീങ്ങിപ്പോയി സമുദ്രത്തിൽ ചാടാൻ പറഞ്ഞാൽ അത് സമുദ്രത്തിൽ ചാടും. സഹോദര സഹോദരി, നിന്റെ തൊഴിൽ മേഖലയ്ക്ക് വിരോധമായി, നിന്റെ നന്മകൾക്ക് വിരോധമായി, നിന്റെ അനുഗ്രഹങ്ങൾക്ക് വിരോധമായി തലയെടുപ്പോടെ നിൽക്കുന്ന ചില തടസ്സങ്ങൾ ഇപ്പോൾ നീ വിശ്വാസത്തോടെ പറയുമ്പോൾ അത് നീങ്ങിപ്പോകുക. നിന്റെ അനുഗ്രഹത്തിന് തടസ്സമായി, നിന്റെ നന്മകൾക്ക് തടസ്സമായി, നിന്റെ കുടുംബ ജീവിതത്തിന് തടസ്സമായി, നിന്റെ തലമുറകളുടെ അനുഗ്രഹത്തിന് തടസ്സമായി, അവരുടെ അവരുടെ വിദ്യാഭ്യാസ ജീവിതത്തിന് തടസ്സമായി, അവരുടെ നന്മകൾക്ക് തടസ്സമായി, നിന്റെ ആരോഗ്യത്തിന് തടസ്സമായി, നീ പ്രാപിച്ചെടുക്കേണ്ടത് പ്രാപിക്കുവാൻ കഴിയാത്ത വിധത്തിൽ തടസ്സമായി നിൽക്കുന്ന നല്ലതൊന്നും വർഷങ്ങളായി നീ കാണുന്നില്ല, നല്ലതൊന്നും വർഷങ്ങളായി നിനക്ക് കാണുവാൻ കഴിയുന്നില്ല. സഹോദരി കേൾക്ക്, വിശ്വാസത്തോടെ പറ, ചിലത് നീങ്ങിപ്പോകുക. നിന്റെ കുടുംബത്തെ തകർത്തുകൊണ്ടിരിക്കുന്ന, നിന്റെ ജീവിതത്തെ ചോദ്യചിഹ്നമാക്കിക്കൊണ്ടിരിക്കുന്ന, നിന്റെ തലമുറകളെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന, നിന്നെ ഇല്ലാത്തവനും ആക്കിക്കൊണ്ടിരിക്കുന്ന, ഒന്നിനും കൊള്ളാത്തവനാക്കിക്കൊണ്ടിരിക്കുന്ന ചിലത് വിശ്വാസത്തോടെ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ തടസ്സത്തെ കാണുന്നവൾ വിളിച്ചു പറയ്, ആ തടസ്സം നീങ്ങുക. ആമേൻ. എന്റെ തൊഴിൽ മേഖലയ്ക്ക് മേലുള്ള തടസ്സം നീങ്ങുക. യെസ്, പറയ്, എന്റെ തൊഴിൽ മേഖലയ്ക്കുള്ള തടസ്സമേ നീ നീങ്ങിപ്പോക. എന്റെ സ്തോത്രം നന്മകൾക്ക് മേലുള്ള തടസ്സമേ നീ നീങ്ങിപ്പോക. എനിക്ക് മുൻപോട്ട് പോകേണ്ടതുണ്ട്, എനിക്ക് പ്രാപിക്കേണ്ടതുണ്ട്, എനിക്ക് എന്റെ അപ്പന്റെ നാമത്തെ ഉയർത്തേണ്ടതുണ്ട്, എനിക്ക് എന്റെ കർത്താവിന്റെ സാക്ഷിയായി നിൽക്കേണ്ടതുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. അപ്പോ ഹൃദയപ്രകാരം, പ്രത്യേകിച്ച് കർത്താവായ യേശു ക്രിസ്തു അവിടെ വ്യക്തമായിട്ട് അത് പറയുന്നുണ്ട്. സംശയത്തെക്കുറിച്ചുള്ള ഭാഗമാണ്. അപ്പോൾ ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. എങ്ങനെ? ഒരിക്കൽ ഇതുപോലൊരു വേനൽക്കാലത്ത്, ഡേറ്റ് മാത്രമേ വ്യത്യാസമുള്ളൂ, ഒരു ഇടവക പള്ളിയിൽ കുർബാന കഴിഞ്ഞിട്ട്, ചൂട് കൊണ്ട് പള്ളിക്കകത്ത് ആർക്കും ഇരിക്കാൻ പറ്റുന്നില്ല. കുർബാന കഴിഞ്ഞിട്ട് അച്ഛൻ പറഞ്ഞു, ഇന്ന് രാത്രി നമ്മളെല്ലാവരും ചേർന്ന് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും, മഴ പെയ്ച്ചിട്ടേ നമ്മളെല്ലാം അടങ്ങും. ആമേൻ. അങ്ങനെ അച്ഛൻ്റെ ആഹ്വാനം കേട്ടിട്ട് വൈകുന്നേരമായപ്പോൾ ഇടവകയിലേക്ക് ആൾക്കാർ കൂട്ടം കൂട്ടമായും കൂട്ടം തെറ്റിയും ഒക്കെ വന്നു പ്രാർത്ഥനയ്ക്കായിട്ട് കടന്നു വരുമ്പോൾ ഒരമ്മച്ചി അങ്ങനെ വരുന്നത് കണ്ടിട്ട് കൂടെ നിന്ന പെണ്ണുങ്ങളൊക്കെ പറഞ്ഞ് ചിരിക്കുവാനായിട്ട് തുടങ്ങി. അപ്പോൾ ഒരു പെണ്ണുമ്പിള്ള മറ്റൊരു പെണ്ണുമ്പിള്ളയോട് പറയും, ഞാനന്നേ പറഞ്ഞില്ലേ ഈ കിളവിയിലെ കിളി പോയതാണ്, ഇവർക്ക് ബോധമില്ലാത്തതാണ്. ഇവരുടെ ചിരി കേട്ട് ഭർത്താക്കന്മാരും കൂടെ ചിരിച്ചു, രാത്രി കഞ്ഞി കിട്ടിയില്ലെങ്കിലോ. അങ്ങനെ ഒരു കൂട്ടച്ചിരി മുഴങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എന്തിനാണ് ഈ കൂട്ടച്ചിരി മുഴങ്ങുന്നത് എന്നുള്ള കാരണം അറിയുവാൻ ഈ പള്ളിയുടെ സെക്രട്ടറി ആ അമ്മച്ചിയോട് ചോദിച്ചു, അമ്മച്ചി മറന്നുപോയതാണോ? എന്തിനാ രാത്രി കുടയും കൊണ്ടിറങ്ങി തിരിച്ച് എവിടെയെങ്കിലും വെച്ച് കളഞ്ഞു പോകത്തില്ലയോ? അപ്പോൾ അമ്മച്ചി തിരിച്ച്, സെക്രട്ടറിയെ, നമ്മൾ മഴ പെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കാനല്ലേ വന്നത്, പിന്നെ തിരിച്ച് കുടയില്ലാതെ എങ്ങനെ പോകാൻ പറ്റും? ആമേൻ, ഹല്ലേലൂയ. അമ്മച്ചി വന്നത് വിശ്വാസത്തോടെ. ആമേൻ. പക്ഷെ വാക്യം ഉണ്ടായിരുന്നതൊന്നും വന്നത് വിശ്വാസത്തോടെയല്ല, അച്ഛൻ്റെ വാക്ക് കേട്ടിട്ടാണ് വന്നത്. അച്ഛൻ പറഞ്ഞത് കൊണ്ട് ആമേൻ വന്നു. ആമേൻ. അതല്ല, ഹൃദയം കൊണ്ട് വിശ്വസിച്ചാൽ, മഴ പെയ്തോ പെയ്തില്ലേ എന്ന് എനിക്ക് സത്യമായിട്ടും അറിയത്തില്ല, പക്ഷെ ഒരു കാര്യം അറിയാം, ആ അമ്മച്ചിയുടെ വിശ്വാസമാണ് ഹൃദയം കൊണ്ടുള്ള വിശ്വാസം. ആ വിശ്വാസത്തെയാണ് യേശു മാനിക്കുന്നത്. മലകളെ നീക്കുന്നത്, തടസ്സമായി നിൽക്കുന്നതിനെ നീക്കുന്നത് നിന്റെ ഹൃദയം കൊണ്ടുള്ള വിശ്വാസമാണ്. ആമേൻ. തടസ്സമായി നിൽക്കുന്നത് നീങ്ങുമെന്ന് നീ വിശ്വസിച്ചാൽ നീങ്ങും. നന്മയ്ക്ക് മേലുള്ള തടസ്സം നീങ്ങും, തൊഴിൽ മേഖലയ്ക്ക് മേലുള്ള തടസ്സം നീങ്ങും, വിവാഹത്തിന് മേലുള്ള തടസ്സം നീങ്ങും, കുടുംബ ജീവിതത്തിന് മേലുള്ള തടസ്സം നീങ്ങും, നിന്നെ ഒറ്റപ്പെടുത്തുന്ന തടസ്സം നീങ്ങും, നിന്റെ പേര് നഷ്ടപ്പെടുത്തുന്ന, നിന്നെ കരയിപ്പിക്കുന്ന, നിന്നെ ഇല്ലാതാക്കി തീർക്കുന്ന, അതേ നിന്നെ ഇല്ലാതാക്കി തീർക്കുന്ന എല്ലാ തടസ്സങ്ങളും യേശുവിൻ നാമത്തിൽ, ഹല്ലേലൂയ, ആ തടസ്സങ്ങൾ മാറുക തന്നെ ചെയ്യും. ആമേൻ. അപ്പോൾ അതേക്കുറിച്ചാണ് പൗലോസ് അപ്പോസ്തലൻ റോമർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 18 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത്. ശ്രദ്ധിക്കണമേ, റോമർക്ക് എഴുതിയ ലേഖനം 18-ാം അധ്യായം 22 വരെയുള്ള വാക്യങ്ങൾ, ഒത്തിരി 4-5 വാക്യമുണ്ട്, ഞാൻ വായിക്കുന്നില്ല. ആ വാക്യങ്ങളുടെ ഒരു സംക്ഷിപ്ത രൂപം ഞാൻ പറഞ്ഞു തരാം. മുൻപിലുള്ള യാഥാർത്ഥ്യത്തെ മറന്ന്, അല്ലെങ്കിൽ അതിനെ കാണാതെ വിട്ടിട്ട്, തനിക്ക് വേണ്ടത് എന്നാൽ വിശ്വസിച്ചു
ഇല്ലാത്തത് വിശ്വസിച്ചു. ആരാണ്? അബ്രഹാം. അബ്രഹാമിന്റെ മുൻപിൽ ഒരു യാഥാർത്ഥ്യമുണ്ട്. എന്താണ്? തൻ്റെ ഭാര്യയായ സാറായുടെ ഗർഭപാത്രം നിർജീവമായി പോയി. ഇനി ഒരിക്കലും അതിൽ ജീവന്റെ ഒരു തുടിപ്പുണ്ടാകത്തില്ല. ആ റിയാലിറ്റിയെ അങ്ങനെ തന്നെ വച്ചിട്ട് അപ്പുറത്ത് പോയി ഒരിക്കലും നടക്കത്തില്ല എന്ന് ബുദ്ധി പറയുന്ന ഒരു കാര്യത്തെ വിശ്വസിച്ചു. എന്താണ്? എൻ്റെ ദൈവത്തിന് കഴിയും. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കാണുന്ന യാഥാർത്ഥ്യത്തെ മാറ്റിവെച്ചിട്ട് കാണാത്ത അയാഥാർത്ഥ്യത്തെ, അഥവാ ഇല്ലാത്തതിനെ വിശ്വസിച്ചു. കാണാത്ത ഇല്ലാത്തതിനെ അബ്രഹാം വിശ്വസിച്ചു. അന്ന് വരെ അബ്രഹാം കണ്ടിട്ടില്ലാത്തവനെ വിശ്വസിച്ചു. അന്ന് വരെ അബ്രഹാം കേട്ടിട്ടില്ലാത്തതിനെ വിശ്വസിച്ചു. ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയരെ, ദൂത് ഇതാണ്. ചിലതിനെ, കാണുന്ന ചിലതിനെ വിശ്വസിക്കാതെ കാണാത്ത ചിലതിനെ നിങ്ങൾ വിശ്വസിക്കുവാൻ തയ്യാറാകുമെങ്കിൽ, നിങ്ങൾക്ക് വേണ്ട കാണാത്ത ചിലതിനെ നിങ്ങൾ വിശ്വസിക്കുവാൻ തയ്യാറാകുമെങ്കിൽ, ഓ സ്തോത്രം, അതെന്റെ നിങ്ങളുടെ ജീവിതത്തിൽ എൻ്റെ കർത്താവ് തരും. ആമേൻ. അത് നീങ്ങിപ്പോകും. ആ റിയാലിറ്റി നീങ്ങിപ്പോകും. ജോലി കിട്ടത്തില്ല എന്നുള്ള റിയാലിറ്റി നീങ്ങിപ്പോകുക. ഓ യെസ്, യേശുവിൻ നാമത്തിൽ. റിയാലിറ്റി അതാ, ജോലി കിട്ടത്തില്ല, പ്രായം കഴിഞ്ഞു പോയി, വർഷങ്ങളുടെ പഴക്കമായി, സർട്ടിഫിക്കറ്റിന് വിലയില്ല. സഹോദര സഹോദരി കേൾക്ക്, ആ റിയാലിറ്റി മാറിയിട്ട് വിശ്വാസം അവിടെ വർക്ക് ചെയ്യുവാൻ തുടങ്ങും. ഓ റാഥാന ഷഖാറതനെ. റിയാലിറ്റി എന്താ? ഡോക്ടർമാർ പറയും, ആബ്രഹാമേ നിനക്ക് നാണമില്ലടാ, 99-ാമത്തെ വയസ്സിൽ അപ്പുറത്തെ ഇപ്പുറത്തെ പിള്ളേരെ കളിപ്പിച്ചുകൊണ്ടിരിക്കാനുള്ളതിന് ഈ പ്രായത്തിലാണോ മക്കളെ ജനിപ്പിക്കാൻ വരുന്നതെന്ന് പറഞ്ഞു ഓടിക്കും. ആമേൻ. അതാണ് റിയാലിറ്റി. ആ റിയാലിറ്റിയോടാണ് അബ്രഹാം പടവെട്ടിയത്. റെഡിയാണോ റിയാലിറ്റിയോട് പടവെട്ടുവാൻ? ദേശം പറയുന്ന, ബുദ്ധിയുള്ളവർ പറയുന്ന, ഓ എല്ലാം തികഞ്ഞവർ പറയുന്ന റിയാലിറ്റിയോട് പടവെട്ടുവാൻ നിങ്ങൾ തയ്യാറാണോ? ആ റിയാലിറ്റിയെ മാറ്റി എൻ്റെ ദൈവം ചിലത് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യും. അതെ, റിയാലിറ്റി എന്തുമാകട്ടെ. എല്ലാവരും പറയും ഒരിക്കലും ഗുണം പിടിക്കത്തില്ല, നന്നാവത്തില്ല, രക്ഷപ്പെടത്തില്ല, ഇതുപോലെ മുടിഞ്ഞ് നശിച്ചു പോകും. സത്യമായിട്ടും അത് തന്നെയാണ് റിയാലിറ്റി. ആമേൻ. ഹല്ലേലൂയ. ഇനി അച്ഛൻ്റെ ഡേറ്റും കിട്ടണം, ഓഫീസും ചൊല്ലണം, പെട്ടിയും വേണം, എവിടെയെങ്കിലും ഒരു ഗുഹയും വേണം അന്ന്. ആമേൻ. അത്ര മാത്രമേ ആവശ്യമുള്ളൂ. അതാണ് റിയാലിറ്റി. പക്ഷെ അബ്രഹാം പറഞ്ഞു, ഈ പരിപാടി നടക്കത്തില്ല, ഈ കളിക്ക് ഞാനില്ല. ഞാൻ പണ്ട് കേട്ടൊരു വാഗ്ദത്തമുണ്ട്. ആ വാഗ്ദത്തത്തിൽ എനിക്ക് മക്കളുണ്ട്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ വാഗ്ദത്തത്തിൽ എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ഞാൻ മാങ്ങ പറിക്കാൻ പോകും, എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ഞാൻ പുളി പറിക്കാൻ പോകും, എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ഞാൻ ഇഷ്ടപ്പെട്ടതൊക്കെ ചെയ്തു കൊടുക്കുവാൻ പോകും, എൻ്റെ ഭാര്യ പ്രസവിക്കുന്ന എന്റെ കുഞ്ഞിന് ഞാൻ എടുക്കും, താലോലിക്കും. അതാണ് എന്റെ വാഗ്ദത്തം. ആമേൻ. ഹല്ലേലൂയ. ഞാൻ ആ വാഗ്ദത്തത്തിൽ മാത്രമേ വിശ്വസിക്കത്തുള്ളൂ. ഡോക്ടറോട് പറയും, പോ ഡോക്ടറെ, നിന്റെ ജോലി നോക്കിപ്പോ. അതാ റോമർക്കെഴുതിയ ലേഖനത്തിൽ സ്തോത്രം അപ്പോസ്തലനായ പൗലോസ് വിശ്വാസത്തെ കുറിച്ച് പറഞ്ഞത്. ആമേൻ. അപ്പൊ സംശയത്തിന് അവിടെ സ്കോപ്പ് ഇല്ല. എന്തുകൊണ്ടാണ് സംശയത്തിന് സ്കോപ്പ് ഇല്ലാത്തത്? കാണുന്നതിന് ഒന്നുമല്ല ആബ്രഹാം വിശ്വസിച്ചത്, സർട്ടിഫിക്കറ്റിനല്ല ആബ്രഹാം വിശ്വസിച്ചത്. ആമേൻ. തന്റെ എക്സ്പീരിയൻസിനല്ല ആബ്രഹാം വിശ്വസിച്ചത്, തന്റെ ശരീരത്തെ അല്ല ആബ്രഹാം വിശ്വസിച്ചത്. ആമേൻ. ആബ്രഹാം വിശ്വസിച്ചത് ദൈവത്തെ, ദൈവത്തെ, ദൈവത്തെ മാത്രമാണ് വിശ്വസിച്ചത്. ആമേൻ. പ്രിയരെ, റിയാലിറ്റിയിൽ ഇതൊക്കെയാണ് നമ്മളെ കരയിപ്പിക്കുന്ന കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മുഴുവനും. ആമേൻ. ആ റിയാലിറ്റിയൊക്കെ അകത്തു നിന്ന് ഒരുപാട് ശബ്ദങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഞാൻ ഇങ്ങനെ ജീവിക്കത്തുള്ളൂ, ഒരിടത്തു നിന്ന് അടുത്തടുത്ത് നിന്ന് അവൻ ഇങ്ങനെ പോകത്തുള്ളൂ, നശിച്ചവൻ തലകുനിഞ്ഞവൻ. ആമേൻ. ഒരിടത്ത് നിന്ന് ഞാൻ ഒരു കാലത്ത് രക്ഷപ്പെടത്തില്ല, ഗുണം പിടിക്കത്തില്ല. അടുത്തടുത്ത് നിന്ന് ഇതുപോലെ തന്നെ, നീ രക്ഷപ്പെടത്തില്ലടാ, അവളെ നോക്ക്, ഇവിടെ നോക്ക്, അയ്യോ ഈ രോഗം എന്നെയും കൊണ്ടേ പോകത്തുള്ളൂ. അത് തന്നെ പോസ്റ്റിൽ എത്രയോ എണ്ണം പടമായി നിൽക്കുന്നുണ്ട് അടുത്തടുത്ത്. ആമേൻ. ഇതേ ശബ്ദം ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക. ഇതൊക്കെയാണ് റിയാലിറ്റി. പക്ഷേ ഭക്തന്റെ റിയാലിറ്റി ഇതൊന്നുമല്ല. ആമേൻ. ഹല്ലേലൂയ. നിങ്ങളൊരു ഭക്തനാണോ? ഇതൊന്നുമല്ല നിങ്ങളുടെ റിയാലിറ്റി. നിങ്ങൾ വിശ്വസിക്കുന്നത് ആശയോടെ, ഓ റാഥാന ഷഖ റഥനെ ഷന്ധാർഗന, നിങ്ങൾ അതിനായി ഉറച്ചു നിൽക്കുക. നിങ്ങൾ വിശ്വസിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിവർത്തിച്ചു തരുവാൻ എൻ്റെ ദൈവം, ഓ താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ എൻ്റെ ദൈവം മതിയായവനത്രേ. അതേക്കുറിച്ച് യാക്കോബ് അപ്പോസ്തലൻ വ്യക്തമായി ഈ സംശയത്തെ അല്ലെങ്കിൽ ഇരുമനസ്സിനെ കുറിച്ച് പറയുന്ന ഒരു വാക്ക് ഇരുമനസ്സെന്നാണ്. സംശയത്തെ വ്യക്തമാക്കുവാൻ യാക്കോബ് അപ്പോസ്തലൻ പറയുന്ന വാക്ക് ഇരുമനസ്സെന്നാണ്. സംശയത്തിനെ പറയുന്നത് ഇരുമനസ്സെന്നാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം, നിങ്ങളിത് മനസ്സിലാക്കിക്കൊള്ളണം. ഈ പദങ്ങളൊക്കെ നിങ്ങളുടെ ഉള്ളിലുണ്ടായിരിക്കണം. ഇരുമനസ്സ് അല്ലെങ്കിൽ സംശയം. യാക്കോബ് അപ്പോസ്തലൻ ആ പദം പറയുമ്പോൾ അവിടെ മനസ്സിലാക്കി കൊടുക്കുവാൻ ഒത്തിരി ഉപമകൾ പറഞ്ഞു കാണും. ബൈബിളിൽ സ്ഥലമില്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ പുസ്തകത്തിന് വലിപ്പം കൂടും. ഇപ്പം തന്നെ വലിപ്പം കൂടിയെന്ന് പറയും, നമ്മളെല്ലാം വലിച്ചു വാരി കളഞ്ഞിട്ട് നടക്കുക. അത് ഉണ്ടാകാതിരിക്കാനായിരിക്കണം അതൊന്നും എഴുതാത്തത്. എങ്കിലും ഞാൻ പറഞ്ഞു തരാം. ഒരാൾ സ്തോത്രം അദ്ദേഹത്തിന് വേണ്ട ഒരു
കാര്യം. ഒരു 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 വലിയ കെട്ടിടത്തിൻ്റെ മുകളിലിരിക്കുകയാണ്. ഒരു 10 പടിയുള്ള ഒരു ഏണിയുമായിട്ട് അദ്ദേഹം പോകുന്നു. അദ്ദേഹത്തിനോടൊപ്പം കുറേ ആൾക്കാരുണ്ട്. കുറേ ആൾക്കാർ പറയുന്നുണ്ട്, എടാ നീ അതിൻ്റെ മണ്ടയിലൊക്കെ കയറി പോവുകയാണോ? അതിൻ്റെ മണ്ടയിൽ ഇരിക്കുന്നത് എന്തിനാ നീ നോക്കുന്നേ? നമുക്ക് ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഉള്ളത് നോക്കാമെന്ന് കുറേ പേർ പറയുന്നു. വേറെ കുറേ പൊട്ടന്മാരുണ്ട്. അവന്മാർ പറയും, ഒന്നും പേടിക്കണ്ടടാ, നീ ഇപ്പം കയറിയോ, നീ മണ്ടയിലെത്തും, നിനക്കത് കിട്ടും. അത് നമ്മളെ പോലുള്ളവരാ. ആമേൻ, സ്തോത്രം. നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, നീ ധൈര്യമായിട്ട് കയറിപ്പോ, അത് നിനക്കുള്ളതാ, നിനക്ക് തന്നെ കിട്ടും. അങ്ങനെ ഇത് കേട്ടുകൊണ്ട് ഈ മനുഷ്യൻ പോയി ഏണി ചാരി വെച്ചു, കയറാൻ തുടങ്ങി. 1 പടി 2 പടി 3 പടി 4 പടി 5 പടിയൊക്കെ ആയപ്പോൾ പുള്ളി അങ്ങ് മുകളിലോട്ട് നോക്കി, താഴോട്ട് നോക്കി. കുറേ പേര് പറയുന്നുണ്ട്, എടാ നീ ഇതെവിടെയാണ് കയറി പോകുന്നത്? ഇത് പ്രശ്നമാണ്, കുറച്ചുകൂടെ മുകളിലോട്ട് പോയാൽ ഏണി വളയും, അതിനത്ര ബലമില്ല, താഴേന്ന് കയറിയതുപോലെയല്ല, വീണാൽ നടുപടയും. കുറേയൊക്കെ കേട്ടപ്പോൾ ഈ മനുഷ്യൻ്റെ ഉള്ളിൽ ഭയങ്കര ഭയമായി. മുകളിലോട്ട് നോക്കിയപ്പോൾ ഭയം. ആമേൻ. ഏണി കയറിയിട്ടുള്ളവർ എത്ര പേര് ഇതിനകത്തുണ്ട്? അങ്ങനെ ഭയം വന്നു കഴിഞ്ഞാൽ അടുത്ത് സംഭവിക്കുന്നത് എന്താ? നമ്മൾ ഒരു നാരങ്ങ വെള്ളം ഓർഡർ ചെയ്തിട്ട് ആ ഏണിയിൽ ഇങ്ങനെ ഇരിക്കുമോ? ഇരിക്കത്തില്ല. അടുത്ത സെക്കൻഡിൽ നമ്മൾ എന്ത് ചെയ്യും? ടപ്പേന്ന് ചാടി താഴെ വരും. കയറിയ പാടൊന്നും താഴെ വരാൻ വേണ്ടിയില്ല. കയറാൻ വലിഞ്ഞു കഷ്ടപ്പെട്ടാണ് കയറുന്നത്, പക്ഷെ താഴെ വരാൻ വേണ്ടി കയറിയ പാടൊന്നുമില്ല. പക്ഷെ ഇയാളുടെ ഉള്ളിൽ എന്താ? ഞാൻ 5 പടി കയറി, മൊത്തം 10 പടിയേ ഉള്ളൂ, 5 പടി കയറി. പിന്നെയും അടുത്ത് നിൽക്കുന്നവരൊക്കെ ബലപ്പെടുത്തിയും പറഞ്ഞും പ്രലോഭിപ്പിച്ചും പിന്നെയും മുകളിലോട്ട് കയറ്റിവിടും. ഒരു 5 പടി കൂടെ കഷ്ടപ്പെട്ട് കയറും. മുകളിലിരിക്കുന്ന കാര്യം വേണമല്ലോ. എങ്കിലും മുകളിലെത്തുമ്പോൾ വീണ്ടും പേടി, അയ്യോ എന്നെ കൊണ്ട് പറ്റുമോ? ഞാൻ നേരത്തെയും പരാജയപ്പെട്ടാണല്ലോ, ഞാൻ നേരത്തെ ഒരിക്കൽ കൂടെ കയറിയാണല്ലോ. ഇത് പറഞ്ഞു തീരുന്നുമ്പോൾ ഇങ്ങനെ താഴെ വരും. ആമേൻ. 1 മണിക്കൂറായി, 2 മണിക്കൂറായി, കുറേ ദിവസങ്ങളായി. ആമേൻ. പുള്ളി കയറിയ കണക്കിനാണെങ്കിൽ ഒരു 100-500 പടി മുകളിൽ എത്തേണ്ട സമയവും കഴിഞ്ഞു. പുള്ളിയുടെ ചിന്ത ഇപ്പോഴും അതാ, ഞാൻ 100-500 പടി മുകളിൽ എത്തേണ്ടതാണല്ലോ, 100-500 പടി മുകളിൽ എത്തേണ്ടതാണല്ലോ, 10 പടിയുടെ മുകളിലുള്ള സാധനം എനിക്ക് എന്താ കിട്ടാത്തത്? ആമേൻ. ഈ പൊട്ടന് കയറിയത് മാത്രമേ ഓർമ്മയുള്ളൂ, ഇവൻ താഴോട്ട് ഇറങ്ങിയത് ഓർമ്മയില്ല. ഇരുമനസ്സെന്ന് പറഞ്ഞാൽ ഇതാ, നമ്മൾ കയറുന്നത് മാത്രമേ ഓർമ്മ കാണൂ, താഴോട്ട് ചാടുന്നത് ഓർമ്മ കാണത്തില്ല. ഇവൻ താഴോട്ട് ഇറങ്ങിയ ഫോഴ്സിനാണെങ്കിൽ അവിടെ ഒരു കുഴി കുഴിച്ചപ്പോൾ അതിൻ്റെ അകത്ത് നിൽക്കുക. നമ്മൾ പരാതി പറയും, കർത്താവ് ഒരുപാട് കാലമായല്ലോ ഞാൻ തുടങ്ങിയിട്ട്. എടാ നീയല്ലേ താഴോട്ട് ഇറങ്ങിപ്പോയി, നീ കയറിയതിനേക്കാൾ സ്പീഡിൽ താഴോട്ട് ഇറങ്ങിപ്പോയി. ഒരു ദിവസം വലിയ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കും, ഇന്ന് എല്ലാത്തിനെയും ഉടച്ച് ചവിട്ടി പൊട്ടിച്ച് ശരിയാക്കിയെടുക്കും. വൈകുന്നേരം ആകുമ്പോൾ പിന്നെ ഒരാഴ്ചത്തേക്കുള്ള എല്ലാ നെഗറ്റീവും ഉള്ളിൽ വെച്ചുകൊണ്ട് ഇതൊന്നും നടക്കത്തില്ല. അപ്പുറത്ത് അവരും ശരിയായില്ല, അവരുടെ മക്കളും ശരിയായില്ല, അവരുടെ നാട്ടുകാർ ശരിയായില്ല, ഇതൊന്നും നടക്കത്തില്ല. എന്നിട്ട് വീണ്ടും അടുത്തൊരു പ്രസംഗം കേൾക്കുമ്പോൾ അവിടെ നിന്ന് ചവിട്ടി കയറി തുടങ്ങും. 1 2 3 4 5 5-ലെത്തിയിട്ട് വീണ്ടും താഴോട്ട്. പുള്ളി പറഞ്ഞുകൊണ്ടിരിക്കുക ഞാൻ 100-500 പടി കയറിയെന്ന്. നമുക്കല്ലേ അറിയത്തുള്ളൂ പുള്ളി മുകളിലോട്ട് കയറിയത് എത്രയാണെന്ന്. അവിടെ തന്നെ നിൽക്കുക. ഇന്ന് ഒത്തിരി പേർ അങ്ങനെ തന്നെ നിൽക്കുക. പ്രിയരെ, ഈ ഇരുമനസ്സ് നമ്മെ ഒരിടത്തും എത്തിക്കത്തില്ല. എത്തേണ്ട സ്ഥാനത്ത് എത്തണമെങ്കിൽ, ആമേൻ, പ്രാപിക്കേണ്ടത് പ്രാപിച്ചെടുക്കണമെങ്കിൽ ഉറച്ചു നിന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. ഇരുമനസ്സ് മാറ്റിക്കളയുക. ദൈവം നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ തരുവാൻ എൻ്റെ ദൈവം മതിയായവനാണ്. ആമേൻ. വിശ്വാസത്തോടെ സംശയലേശമെന്നെ പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥനയ്ക്ക് മാത്രമേ മറുപടിയുള്ളൂ. പ്രാർത്ഥനയുടെ പ്രധാന തടസ്സം സംശയമാണ്, ഇരുമനസ്സാണ്. ഇരുമനസ്സുള്ളവൻ തൻ്റെ വഴികളിലൊക്കെയും അസ്ഥിരനാകുന്നു, അവൻ ഒരിടത്തും എത്തത്തില്ല. ഹല്ലേലൂയ. ഇരുമനസ്സുള്ളവൻ ഒരു സ്ഥലത്തും എത്തത്തില്ല. ഇന്നലെ ശശിയങ്കിൾ വീട്ടിലിരുന്നപ്പം പറഞ്ഞ് തെന്മല പോകാൻ വേണ്ടി പോയെന്ന്, എന്നിട്ട് പാലോട് വീട്ടിൽ തിരിച്ചു വന്നു. ആമേൻ. 2 മനസ്സുമായിട്ടാണ് പോയത്. തെന്മല പോകണോ തെങ്കാശി പോകണോ, ഈ 2 മനസ്സാ. അതേസമയം തെന്മല പെയ്യേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് പോയിരുന്നെങ്കിൽ പെട്രോൾ ഇല്ലെങ്കിലും തെന്മല വരെ പോയേനെ. ഇതാ പ്രശ്നം. ആമേൻ. ഇരു മനസ്സ് മാറ്റിവെച്ച് സ്തോത്രം ഓടേണ്ടതുപോലെ ഓടുക. ആമേൻ. അപ്പോൾ ഈ സംശയത്തിന് കാരണമാകുന്ന മറ്റൊരു കാര്യവും കൂടെ പറഞ്ഞ് അടുത്ത പോയിന്റിലേക്ക് പോകുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഈ സംശയം വലിയൊരു വിഷയമാണ്, അതുകൊണ്ടാണ് ഇവിടെ തന്നെ ഇങ്ങനെ നിൽക്കുന്നത്. നിങ്ങൾ തിരിച്ചറിയണം. ആമേൻ. ദൈവം നിങ്ങളോട് കാര്യം പറഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം വിശ്വസിച്ചാൽ, ദൈവത്തിൻ്റെ ഹിതം എന്താ? നിങ്ങൾ പ്രാർത്ഥനയോടെ ദൈവത്തോട് ചോദിക്കുന്നത് അത് തന്നെയാണ് ദൈവത്തിൻ്റെ ഹിതം. ആമേൻ, സ്തോത്രം. അപ്പോൾ ഇത് നിങ്ങൾക്ക് തരാമെന്ന്, ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ തരാമെന്ന് ദൈവം പറഞ്ഞാൽ, പിന്നെ ആര് പറഞ്ഞാലും നിങ്ങൾ മാറി ചിന്തിക്കരുത്. അതിന് 2 ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. 2 കുരുടന്മാർ എരിഹോവിൻ്റെ തെരുവിലിരിക്കുക. യുവമാർ യേശുവിനെ കണ്ട ഉടനെ യുവമാർക്ക് ഒരു കാര്യം ഉറപ്പ് വന്നു, ഈ യേശുവിന് ഞങ്ങളെ വിടുവിക്കുവാൻ കഴിയും. ശ്രദ്ധിക്കണമേ, ഈ യേശുവിന് ഞങ്ങളുടെ കുരുട്ട് കണ്ണ് തുറക്കാൻ കഴിയും, ഞങ്ങളുടെ പിച്ചയെടുക്കുന്ന ജീവിതം മാറ്റാൻ കഴിയും, ഞങ്ങൾക്ക് വെളിച്ചമുള്ളൊരു ലൈഫ് തരുവാൻ കഴിയും, ഇരുട്ട് മാറ്റി വെളിച്ചമുള്ളൊരു ലൈഫ് ഞങ്ങൾക്ക് തരുവാൻ കഴിയും. ഇവർക്ക് അങ്ങ് വിശ്വാസമായി. ഇവർ ചാടി എഴുന്നേറ്റ്, യേശുവേ ദാവീദ് പുത്രാ ഞങ്ങളോട് കരുണ തോന്നുന്നു എന്ന് പറഞ്ഞ് ഓടി. ഉടനെ കൂട്ടം നിന്നവന്മാർ മിണ്ടാനിടാ, അവിടെ യേശുവിന് ഡിസ്റ്റർബ് ആവത്തില്ലേ? യുവമാർ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന യുവമാരെ പോലെ യേശുവിനും ആരുടെങ്കിലും സങ്കടം കേട്ടാലും കരച്ചിൽ കേട്ടാലും ഉടനെ ചെവി ചൊറിയുമെന്ന. ആമേൻ.
എന്നിട്ട് നിങ്ങൾ ആ ഭാഗം വായിച്ചിട്ടില്ലേ? അവന്മാരുടെ വാക്കും കേട്ട് തിരികെ പോയില്ല. അവന്മാർ ഇതായിരിക്കും പറഞ്ഞ, പോടാ നിന്റെ ജോലിയൊക്കെ, നീയൊക്കെ വേണമെങ്കിൽ ഇനി ഞങ്ങളെ തൊഴിൽ ചെയ്തോ, ഞങ്ങൾ ഈ തൊഴിൽ ചെയ്യാനില്ല, ഞങ്ങൾ യേശുവിൽ നിന്ന് പ്രാപിക്കേണ്ടത് പ്രാപിച്ചെടുക്കും. ആമേൻ. പിന്നാലെ നിൽക്കുന്നവന് ആരും പറയുന്നതിന് കേൾക്കരുതേ. നിങ്ങൾക്കൊരു വിശ്വാസമുണ്ടോ? നിങ്ങളുടെ ദൈവത്തിന് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിയും. എൻ്റെ യേശുവിലൂടെ നിങ്ങൾ ഇന്നായിരിക്കുന്ന ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരും. എൻ്റെ കുടുംബജീവിതം പണിയപ്പെടും. എൻ്റെ കണ്ണുനീരിന് അറുതി വരും. ഞാൻ കരയുന്ന നിലവിളിക്കുന്ന ഈ അവസ്ഥകൾക്ക് മാറ്റമുണ്ടാകും. ഓ, താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. എനിക്ക് ഇതിലും ഇഷ്ടം മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ ഒരു സ്ത്രീ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ സ്ത്രീ യേശുവിൻ്റെ അടുത്ത് നിൽക്കുക. യേശുവിന് സൗഖ്യമാക്കിയേ പറ്റത്തുള്ളൂ. പക്ഷേ യേശു നോക്കിയപ്പം ചുറ്റും എല്ലാ യഹൂദന്മാരായ ശിഷ്യന്മാരും എല്ലാവരും നിൽക്കുക. ചാടിക്കാർ വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ യൗമാരി തന്നെ ആദ്യം കല്ലെടുക്കും. യേശുവെ, ന്യായപ്രമാണം വിട്ടൊരു കളിയൊന്നും നമുക്ക് നടക്കത്തില്ല. അതുകൊണ്ട് യേശു ഇങ്ങനെ പതുക്കെ ഒതുങ്ങി നിന്നിട്ട് പറഞ്ഞു, അതേ കനാന്യ സ്ത്രീയെ, ഇപ്പോൾ എന്തായാലും ഇത് നടക്കത്തില്ല. ഞാൻ വന്നത് ഈ ആടുകളെയൊക്കെ നോക്കിയിട്ടാണ്. നിന്നെ ഞാൻ ഇതിൽ കൂട്ടത്തിൽ കൊടുത്തിട്ടില്ല. അപ്പോൾ ഇവൾ എന്തായിരിക്കും മനസ്സിൽ പറഞ്ഞ്? കനാന്യ സ്ത്രീ വന്നിട്ട് ചോദിക്കണം, യേശുവെ, എൻ്റെ കുഞ്ഞ് ഭൂതം ബാധിച്ച് കിടക്കുകയാണ്, അവളെ രക്ഷിക്കണം. അപ്പോൾ യേശു പറയുക, നിൻ്റെ അടുത്തേക്ക് എന്നെ അയച്ചിട്ടില്ല. ഞാൻ വന്നത് ഈ നിൽക്കുന്ന മുട്ടനാടുകളും കള്ളാട് വേണ്ടിയിട്ടാണ്. ഞാൻ നിൻ്റെ അടുത്തോട്ട് വന്നിട്ടില്ല. അപ്പോൾ ഈ സ്ത്രീ എന്തായിരിക്കും മനസ്സിൽ പറഞ്ഞെന്നറിയാമോ? പിന്നെ ദൈവമേ, നിനക്ക് എന്താ ജോലി? ആമേൻ. നീ ദൈവമാണെങ്കിൽ നീ സൗഖ്യമാക്കിയേ പറ്റത്തുള്ളൂ. ആമേൻ. ദൈവമാണെങ്കിൽ സൗഖ്യമാക്കിയേ പറ്റത്തുള്ളൂ. അതിനകത്ത് വേറൊരു കാര്യമൊന്നുമില്ല. ആമേൻ. സ്തോത്രം. വീട്ടിൽ പലഹാരം വാങ്ങിച്ചു വയ്ക്കുമ്പോൾ മുത്ത് പോയിട്ട് ഒരു പ്രാവശ്യം കൊണ്ട് തന്നെ 10 ദിവസത്തിനുള്ളതിനെ എടുത്തുകൊണ്ട് വെച്ച് തിന്നും വേസ്റ്റാക്കിയൊക്കെ കളയും. അപ്പോൾ വിജി ഒരുപാട് വഴക്ക് കുറയും. ആമേൻ. അത് കേട്ടിട്ട് ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല 5 മിനിറ്റ് ആകുമ്പോൾ ഉണ്ടായിരിക്കുന്നു. അവൻ 5 മിനിറ്റ് കഴിയുമ്പോൾ അടുത്തടുത്ത് കൂടെ പോയി ബിസ്ക്കറ്റ് കൊടുത്തുകൊണ്ട് പുറത്ത് വെച്ച് വെള്ളത്തിൽ കലക്കി കളിച്ചുകൊണ്ടിരിക്കും. അവൻ്റെ ഉള്ളിലുള്ള ചിന്ത എന്താ? ആമേൻ, എൻ്റെ അമ്മയാണെങ്കിൽ എനിക്ക് തന്നേ പറ്റത്തുള്ളൂ. അവർ വഴക്ക് പറഞ്ഞാലും തരൂലെന്ന് പറഞ്ഞാലും എൻ്റെ അമ്മ വാങ്ങിച്ചു വയ്ക്കുന്ന എനിക്കുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെയാണ് യേശു ദൈവമായതുകൊണ്ട് സൗഖ്യം നമുക്കുള്ളത് തന്നെയാണ്. ആമേൻ. യേശു ദൈവമായതുകൊണ്ട് അവന് നമ്മെ വിടുവിക്കാതിരിക്കുവാൻ കഴിയത്തില്ല. യേശു ദൈവമായതുകൊണ്ട് ഞാനും നീയും വിളിച്ച വിളികേട്ടിറങ്ങിയ ദൈവം വിശ്വസ്തനായതുകൊണ്ട്, അവൻ സർവശക്തനായതുകൊണ്ട്, അവനാൽ അസാധ്യം ഒന്നുമില്ലാത്തത് കൊണ്ട് അവനെ എന്നെയും നിന്നെയും വിടുവിക്കുവാൻ, ഓ ഹല്ലേലൂയ, വിടുവിക്കാതിരിക്കുവാൻ കഴിയത്തേയില്ല. ആമേൻ. സ്തോത്രം. എപ്പോഴും ശ്രദ്ധിക്കുക, ഈ അപരന്മാരുടെ വാക്ക്, പുറത്തു നിന്നുള്ള വാക്ക്. ഞങ്ങൾക്ക് 2 കൂട്ടുകാരന്മാരുണ്ടായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. രണ്ടുപേരും 10ാം ക്ലാസ് കഴിഞ്ഞു. 10ാം ക്ലാസ് കഴിഞ്ഞിറങ്ങി അവരുടെ മാർക്കിൻ്റെ വലിപ്പം കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി, ഇനി ഈ മാർക്കും വെച്ച് ഹയർ സ്റ്റഡീസിന് പോയി ഡോക്ടറായി അവിടെയും പോയി മുട്ടയിടുവാൻ നിൽക്കണ്ട, വേറെ പണിക്ക് പോകാം. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ തീരുമാനിച്ചു കൊത്തപ്പണിക്ക് പോകുവാൻ വേണ്ടി തീരുമാനിച്ചു. കൊത്തപ്പണി എന്ന് പറഞ്ഞാൽ മേസ്തിരി പണി. ശ്രദ്ധിക്കണമേ, നല്ല പണിയാണ്, പണിക്കൊന്നും ഒരു കുഴപ്പമില്ല, നല്ല പണിയാണ്. അങ്ങനെ രണ്ടുപേരും കൂടെ സന്തോഷത്തോടെ മേസ്തിരി പണിക്ക് പോയി. ഒരു മാസമൊക്കെ പോയി നല്ല ഹാപ്പിയായി. ടീച്ചറിൻ്റെ അടി കൊള്ളണ്ട, വഴക്ക് കേൾക്കണ്ട, സന്തോഷമായിട്ട് അങ്ങനെ ഒരു മാസം പോയപ്പോൾ, ഒരു മാസം കഴിഞ്ഞപ്പോൾ ഇവർക്ക് വേറെയും കൂട്ടുകാരുണ്ട്. ആമേൻ. സ്തോത്രം. എനിക്കൊപ്പമുള്ള വേറെയും കൂട്ടുകാരുണ്ട്. അതിലൊരു കൂട്ടുകാരൻ പറഞ്ഞു, ഇടാ, ഈ കൊത്തപ്പണി ഒരു ആലിമ്പ് പണിയാണ്, ചാന്തൊക്കെ ആയിട്ട് ഒരു ഇതുമില്ല, വേർത്ത് കുളിച്ച് ഊപ്പാട് വരും. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യും, എന്നെ പോലെ പെയിൻറ്റിങ്ങിൻ്റെ പണിക്കോ. പെയിൻറ്റിങ്ങിൻ്റെ പണി സൂപ്പറാണെന്ന്. രാവിലെ അങ്ങോട്ടൊരടി ഇങ്ങോട്ടൊരടി, അവിടെ കൂടെ നോക്കി ഇവിടെ കൂടെ നോക്കിയൊക്കെ നിൽക്കുമ്പോൾ എളുപ്പമാണ്. കയറിൻ്റെ മണ്ടയിലൊക്കെ കയറാം, വലിയ ബിൽഡിങ്ങിൻ്റെ മണ്ടയിൽ നിന്ന് ഓന്തിനെ പോലെ നോക്കാം. ഇതൊക്കെ കേട്ടപ്പോൾ ഒരുത്തം വിചാരിച്ചു, ശരിയാ, ഈ കൊത്തപ്പണി ചാന്ത് കെട്ടി ചുമക്കണം, ഇവന്മാരെ വാക്ക് കേൾക്കണം, മണലരിക്കണം, മേശരിയുടെ ചീത്തോളി, ശരിയാവില്ല. അവൻ പറഞ്ഞു, എന്നാലേ എനിക്കിവിടെ പണിയുണ്ടാ, ഞാനും നാളെ വരാം. നീ വാ. മറ്റവനെയും വിളിച്ചു. അപ്പം മറ്റവൻ പറഞ്ഞു, എന്തായാലും ഞാൻ വരുന്നില്ലടാ, എന്തായാലും ഈ പണി എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു, ഞാൻ ഇതുമായിട്ട് അങ്ങ് പോകാം. അങ്ങനെ ഒരുത്തൻ വീണ്ടും കൊത്തപ്പണിക്ക് തന്നെ പോയി, അടുത്തവൻ വീണ്ടും പെയിൻറ്റിങ്ങിൻ്റെ പണിക്ക് പോയി. ഇങ്ങനെ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ അടുത്തൊരു കൂട്ടുകാരൻ, ഇവൻ പെയിൻറ്റിങ്ങിൻ്റെ ഉടുപ്പൊക്കെ ഇട്ടുകൊണ്ട് വന്നിരുന്നപ്പോൾ, ഈടാ, ഇത് എന്തോന്ന് കോലമിടാ നീ, ഞാൻ വെൽഡിംഗ് ആണ് ചെയ്യണം, നിനക്കറിയാമോ, നീ വല്ല വെൽഡിങ്ങിൻ്റെ പണി നോക്കടാ, ഈ പെയിൻറ്റ് അടിച്ച് കിടന്ന് നടക്കുക. ഇനിയുള്ള കാലഘട്ടം അതല്ലേ, പെയിൻറ്റിങ്ങിൻ്റെ സ്തോത്രം, വെൽഡിങ്ങിൻ്റെ പണിയല്ലേ നല്ലത്. ഇവൻ്റെ ഉള്ളിലാണെങ്കിൽ കുഞ്ഞുനാളിലെ കമ്പിത്തിരി കത്തിച്ച ഓർമ്മ കിടക്കുന്നതുകൊണ്ട് ഇവൻ നോക്കിയപ്പോൾ ശരിയാ, എപ്പോഴും കമ്പിത്തിരി കത്തിച്ച് കളിക്കാം, വെൽഡിംഗ് ആണ് നല്ലത്. ആമേൻ. അപ്പോൾ എന്നാൽ പിന്നെ വെൽഡിങ്ങിന് പോകാമെന്ന് പറഞ്ഞ് അങ്ങ് വെൽഡിങ്ങിന് പോയി. മറ്റവൻ അപ്പോഴും കുഴപ്പമില്ലടാ, ഞാൻ ഈ കൊത്തപ്പണിയൊക്കെ ആയിട്ട് ഇങ്ങനെ പൊയ്ക്കോളാം, കുറേ കാലമായല്ലോ. അപ്പോൾ അവൻ പറയുന്നുണ്ട്, എനിക്ക് മേശരി കറണ്ടിയൊക്കെ എടുക്കാൻ തന്നു. അവൻ ചാന്ത് വാർന്നതിൻ്റെ കൂട്ടത്ത് ആ ഇടയിലൊക്കെ ചാന്ത് വയ്ക്കാനുള്ള അവസരമൊക്കെ തന്നു. അങ്ങനെ പറഞ്ഞവൻ നിൽക്കുക. മറ്റവൻ മണ്ടനൊന്നും വിളിച്ചിട്ടാണ് പോകുന്നത്. കുറേ ദിവസം കഴിഞ്ഞ് പോയപ്പോൾ അടുത്ത മൊസൈക്ക് പണിക്കാരൻ വന്നിട്ട് പറഞ്ഞു, എടാ, നീ കാണിക്കുന്നത് എന്താടാ, ഈ വെൽഡിങ്ങിനൊന്നും ഇപ്പോൾ ഒരു സ്കോപ്പില്ല, മൊസൈക്കാണ് നല്ല പണി, ഇരട്ടി ശമ്പളം കിട്ടും. ആമേൻ. അന്ന് 100 രൂപ കിട്ടിക്കൊണ്ടിരുന്ന സ്ഥാനത്ത് മൊസൈക്കിൻ്റെ പണിക്ക് പോയാൽ ഇരട്ടി ശമ്പളം കിട്ടും, നല്ലൊരു മിഷ്യം തള്ളിക്കൊണ്ട് നടക്കാം. ഇത് കേട്ടപ്പോൾ ഇവൻ്റെ ഉള്ളിലൊരു ആവേശം അങ്ങ് പൊങ്ങി. ആമേൻ. അവനിങ്ങനെ ചിന്തിച്ചു, കൊള്ളാം, ഈ പണി കൊള്ളാം,
അങ്ങനെ മൊസൈക്കിൻ്റെ പണിക്ക് പോയി. മറ്റവൻ അപ്പോഴും അങ്ങനെ തന്നെയാണ്. മറ്റവനോട് ചേട്ടാ നീ വരുന്നില്ലേ? ഞാൻ വരുന്നില്ലടാ, മേശിരി പറഞ്ഞു രണ്ടുപേരുടെ ഇടയിൽ നിന്ന് കല്ല് കെട്ടിക്കോളാം മേശിരി പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ പോകാം. നീ നന്നാവൂലടാ, നീ ഇങ്ങനെ കല്ലും കെട്ടി നടക്കത്തേ ഉള്ളൂ എന്ന് പറഞ്ഞവൻ മൊസൈക്ക് വണ്ടി തള്ളാൻ പോയി. ഇങ്ങനെ കുറേ കാലം തള്ളിയൊക്കെ നടന്ന് പിള്ളേർ തനിക്കൊപ്പം വളർന്നു. കുറേ കാലം കഴിഞ്ഞപ്പോഴാണ് ഈ പറഞ്ഞ രണ്ടുപേരും ഞങ്ങളുടെ നാട്ടിലുള്ളവരാണ്. സ്തോത്രം. കൊത്തപ്പണിക്ക് തന്നെ പൊയ്ക്കൊണ്ടിരുന്നവൻ കൊത്തമേശിരിയായി, അവൻ കോൺട്രാക്ടറായി, നല്ല വീടും വെച്ച് സുഖമായിട്ട് താമസിക്കുന്നു. ഇവൻ ഇപ്പോഴും ഏത് പണി കൊള്ളാമെന്ന് പറഞ്ഞ് ഇങ്ങനെ നടക്കുക. ബിൽഡിങ്ങിന് പോകണോ, പെയിന്റിങ്ങിന് പോകണോ, മൊസൈക്കിന്റെ പണിക്ക് പോകണോ? ഇന്നും അവന് കൺഫ്യൂഷൻ തീർന്നിട്ടില്ല. ഈ ആഴ്ച ഞാൻ പോയിട്ട് സുവിശേഷ വില നല്ല വിലയാണെന്ന് പറഞ്ഞാൽ അവൻ ബൈബിൾ കൊടുത്തോണ്ട് വരും. അതുകൊണ്ടാണ് ഞാൻ അവൻ്റെ വീട്ടിൽ സുവിശേഷം പറയാൻ പോകാത്തത്. സത്യമായിട്ടും വരും. ഇപ്പോഴും പുള്ളി റെഡിയായിട്ട് നിൽക്കുക. എവിടെയെങ്കിലും എത്തുമോ? ഒരിടത്തും എത്തത്തില്ല. ഇതുപോലെ അഭിപ്രായം പറയാൻ കുറേ മണ്ടന്മാർ. ഹല്ലേലൂയ. ഇതിനിടയ്ക്ക് ഞാനും അഭിപ്രായം പറഞ്ഞു കേട്ടോ. ഞാൻ പറഞ്ഞടാ കമ്പ്യൂട്ടറാണ് നല്ലത്. അപ്പം നേരെ കമ്പ്യൂട്ടർ പഠിക്കാൻ പോയി. കമ്പ്യൂട്ടർ പഠിക്കാൻ പോയിട്ട് പവർ പോയിന്റിൽ കമ്പ്യൂട്ടർ വിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അവൻ വിചാരിച്ച് ശരിയാ, എന്ത് നല്ല പണിയാ. അപ്പം വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ അവൻ്റെ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചും കമ്പ്യൂട്ടർ വിട്ട് കളിക്കുന്നു. അപ്പോഴാണ് അവന് മനസ്സിലായത് ഞാൻ ഇത്ര മണ്ടനായി പോയത്. പ്രിയരെ, ശത്രുവിനെ നമ്മൾ തിരിച്ചറിയുക. ഇതുപോലെ പലതും പറഞ്ഞു വരും. നീ അവിടെ പോ, ഇവിടെ പോ, അങ്ങോട്ട് പോ, അത് ചെയ്യ്, ഇത് ചെയ്യ്, ഇങ്ങനെ ചെയ്യ്. എന്തിനാന്ന് നമുക്കൊരു കാര്യം ബോധ്യം ഉണ്ടെങ്കിൽ നമ്മൾ അത് ചെയ്യുക. ഇല്ലേ വിട്ടുകളയുക. പറയുന്നവർ അവർക്ക് പറയാൻ പല പല കാര്യങ്ങളും കാണും. ആമേൻ. ഇങ്ങനെ അവിശ്വാസത്തോട് എതിർത്ത് നിൽക്കുവാൻ, ഇരുമനസ്സിനോട് എതിർത്ത് നിൽക്കുവാൻ, സംശയത്തോട് എതിർത്ത് നിൽക്കുവാൻ കഴിയണം. ഹൃദയപ്രകാരം നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ സംശയിക്കാതെ നിങ്ങൾ ചോദിച്ചാൽ അത് ദൈവം നിങ്ങൾക്ക് നൽകും. ആമേൻ. അടുത്ത രണ്ടാമതായി പ്രാർത്ഥനയുടെ തടസ്സം അകന്ത അഥവാ ഞാൻ എന്ന ഭാവം. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു. ആമേൻ. ഈ കാര്യം പിടികിട്ടിയത്, യാക്കോബിന് പിടികിട്ടിയത് ഏതോ പുസ്തകം വായിച്ചപ്പോഴല്ല, തൻ്റെ ഒപ്പമുള്ള യേശു ഈ താഴ്മയില്ലാത്തവരെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ടാണ്. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം 9 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുവാനായിട്ട് കഴിയും. രണ്ട് പേർ പള്ളിയിൽ നിൽക്കുക. യേശുവുമുണ്ട് പള്ളിയിൽ. 2 പേർ പള്ളിയിൽ നിൽക്കുന്നു. ഒരുത്തന് താഴാൻ വയ്യ. അപ്പോൾ നമ്മൾ വിചാരിക്കും താഴാനോ കുനിയാനോ പറ്റാത്ത രോഗമാണെന്ന്. ആ രോഗം കൊണ്ടല്ല, പുള്ളി താണില്ല. കാരണം പുള്ളി ഒരുപാട് പഠിച്ചിട്ടുണ്ട്. പഠിച്ച് പുള്ളിക്ക് കിട്ടിയ സർട്ടിഫിക്കറ്റാണ് പരീഷൻ. ആമേൻ. അപ്പോൾ പുള്ളി പരീക്ഷനാണ്. പുള്ളി പറഞ്ഞ് താഴത്തില്ല, ഞാൻ എല്ലാം ചെയ്യുന്നവനാണ്, ഞാൻ കിടുവാണ്, ഞാൻ സെറ്റപ്പാണ്, ഞാൻ എല്ലാം ചെയ്യുന്നവനാണ്. അതുകൊണ്ട് കർത്താവ് ഇനി നീ മാത്രമേ ചെയ്യാനുള്ളൂ, ഞാൻ എല്ലാം ചെയ്തിട്ട് നിൽക്കുകയാണ്, ഇനി നീ മാത്രമേ ചെയ്യൂ. അങ്ങനെ പരീക്ഷ നിൽക്കുകയാണ്. വേറൊരുത്തനടുത്ത് നിന്ന് സ്വർഗത്തിലേക്ക് ഇതുപോലും നോക്കുവാൻ കഴിയാതെ അവൻ്റെ പേര് ചുങ്കക്കാരനാണ്. കർത്താവേ ഞാനൊന്നുമല്ലപ്പാ, ഞാനൊന്നുമില്ല കർത്താവേ, ഞാൻ പാവിയ, എനിക്ക് നല്ലതൊന്നും പറയാനില്ല. അവനിങ്ങനെ നിലവിളിക്കുവാനായിട്ട് തുടങ്ങി. വചനം പറയുന്നു, ആമേൻ, അവൻ നീതീകരിക്കപ്പെട്ട് മടങ്ങി. യേശു പറയുന്നു അവൻ തന്നെത്താൻ താഴ്ത്തിയത് കൊണ്ട് അവനെ ദൈവം ഉയർത്തും. ഹല്ലേലൂയ. അവൻ ഒരുത്തൻ പഠിച്ചത് കൊണ്ട് യേശുവിൻ്റെ അടുത്ത് വന്നു. മറ്റവൻ അവൻ യേശു ആരെന്ന് അറിഞ്ഞിട്ട് യേശുവിൻ്റെ അടുത്ത് വന്നു. നമ്മൾ വിചാരിക്കും പോലെ അല്ല യേശു. ഒരു നിമിഷം നിങ്ങളത് ചിന്തിച്ചാൽ മനസ്സിലാവും. മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 41-ാമത്തെ വാക്യം. അവിടെ ഉള്ള കുറേ ആൾക്കാർ, ഒരാൾ യേശുവാണ്, ബാക്കിയുള്ളവർ ശിഷ്യന്മാരാണ്. യേശുവിനൊപ്പം നടന്ന ശിഷ്യന്മാർ. അപ്പോൾ യേശുവിനൊപ്പം നടന്ന ശിഷ്യന്മാരുടെ അവസ്ഥ ഒന്ന് ചിന്തിച്ചു, അവർ തമ്മിലുള്ള റിലേഷൻ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. യേശു അപ്പം കൊടുക്കുന്നു, യേശു അത്ഭുതം കാണിക്കുന്നു, അമ്മായിയമ്മയ്ക്ക് സുഖമില്ലാതായപ്പോൾ പിടിച്ചെഴുന്നേൽപ്പിച്ച് പനി മാറ്റി വിടുന്നു, അയ്യോ വള്ളം നിലച്ചു കൊടുക്കുന്നു, എന്ത് വേണോ അതെല്ലാം കൊടുക്കുന്നു. യേശു എന്ത് സ്നേഹമായിരിക്കണോ അല്ലേ? ഇതുപോലൊരു യേശുവിനെ എവിടെ കിട്ട്? അങ്ങനെ നടക്കേണ്ടവരാ. പക്ഷെ അവിടെ പറയുന്നു 4:41 മർക്കോസിന്റെ സുവിശേഷം, അവർ വളരെ ഭയപ്പെട്ടു. ഈ യേശുവിനെ സ്നേഹിക്കുന്നവർ ഭയപ്പെട്ടു. എന്തിനാ ഭയപ്പെട്ടെ? കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ല. പാക്കറ്റ് നിറച്ചു തരാൻ മാത്രമല്ല യേശുവിന് കഴിയുന്ന. എൻ്റെ യേശു അതിലും വലിയവനാ. അനുഭവിച്ചറിയുന്നവർക്ക് ഭയപ്പെടാതിരിക്കുവാൻ കഴിയത്തില്ല. അനുഭവിച്ചറിയുന്നവർക്ക് അവൻ്റെ മുമ്പിൽ താഴാതിരിക്കുവാൻ കഴിയത്തില്ല. നീ എത്ര ഉയർന്നു നിന്നാലും, നീ എത്ര ഉന്നതനെന്ന് കരുതിയാലും, നിനക്ക് എത്ര വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും, അറിവുണ്ടെങ്കിലും, പേരുണ്ടെങ്കിലും, പെരുമയുണ്ടെങ്കിലും, എൻ്റെ യേശു അപ്പൻ അവന് മുകളിൽ നീ എത്തത്തില്ല. അവന് മുകളിൽ നിനക്ക് നിൽക്കുവാൻ കഴിയത്തില്ല. അത് ഈ ലോകത്തിലാകട്ടെ, വരുവാനുള്ള ലോകത്തിലാകട്ടെ, പാതാളത്തിലാകട്ടെ, സ്വർലോകത്തിലാകട്ടെ, ഒരു മുട്ടം മടങ്ങാതിരിക്കാത്ത മാത്രം ഉയരമുള്ള ദൈവം. ആ ദൈവത്തിന്റെ മുമ്പിലാണ് പരീക്ഷ പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാനെല്ലാം പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ട് കർത്താവേ നീ ഇനി കൂടുതലൊന്നും എൻ്റെ അടുത്ത് ഡയലോഗൊന്നും അടിക്കണ്ട. ആമേൻ. ഹല്ലേലൂയ. പ്രിയരെ, ഈ പകലിൽ ഒന്ന് താണിട്ട് പ്രാർത്ഥിക്കാൻ തയ്യാറാണോ? ഹല്ലേലൂയ. ഒന്ന് താണിട്ട്, അപ്പാ ഞാൻ ഏതുമില്ല, അപ്പാ ഞാനൊന്നുമില്ല കർത്താവേ, എൻ്റെ അറിവോ എൻ്റെ പാരമ്പര്യമോ എൻ്റെ വിശ്വാസമോ, ആമേൻ, കർത്താവ് നിങ്ങളെ ഉയർത്തും. പ്രിയരെ, ഒന്ന് താഴുവാൻ തയ്യാറാണോ?
ഈ നല്ല പകലിലും ഒന്ന് താഴുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങളെ ഉയർത്തുവാൻ എൻ്റെ കർത്താവ് കൂടെയുണ്ട്. നീ താഴുന്നിടത്ത് എൻ്റെ ദൈവം നിന്നെ ഉയർത്തും. നിന്റെ കുടുംബത്തിനകത്ത് എൻ്റെ ദൈവം നിന്നെ ഉയർത്തും. എവിടേക്ക് നീ താഴ്ത്തപ്പെട്ട് കാണണമെന്ന് ശത്രു ആഗ്രഹിക്കുന്നുവോ, നീ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴുവാൻ തുടങ്ങി, കർത്താവ് അവിടെ നിന്നെ ഉയർത്തുവാൻ തുടങ്ങി. നല്ല ഭാര്യയായി, നല്ല ഭർത്താവായി, നല്ല കുടുംബത്തിൽ റാധാന ഷാഖാറത്തിന് കുടുംബ ജീവിതമുള്ളവളായി യേശുവിൻ നാമത്തിൽ ആ തൊഴിലിടത്തിൽ സഹോദരി നിന്നെ താഴ്ത്തുവാൻ നിൽക്കുന്നവരുടെ മധ്യത്തിലല്ല, ദൈവത്തിന്റെ സന്നിധി നീ ഒന്ന് താഴ്. അവിടെ എൻ്റെ ദൈവം നിന്നെ ഉയർത്തുവാൻ തുടങ്ങും. ശുശ്രൂഷയിൽ നീ ഒന്ന് താഴ്, എൻ്റെ ദൈവം ഉയർത്തുവാൻ. മക്കളെ, നിങ്ങൾ ദൈവസന്നിധിയിൽ ഒന്ന് താഴുവാൻ തയ്യാറാകെ. ദൈവം നിങ്ങളെ ആഗ്രഹിക്കുന്നതിനേക്കാൾ ഉയർത്തുവാൻ തുടങ്ങും. താഴുവാൻ കഴിയാത്ത വിധത്തിൽ വെളിപ്പെട്ട് വ്യാപരിക്കുന്ന എല്ലാ പോരുകളും യേശുവിൻ വിട്ടുപോ. ഹല്ലേലൂയ. അപ്പം ഈ താഴ്വ ഇതൊരു വലിയ വിഷയമാണ് കേട്ടോ. പ്രൈസർ ഫാമിലിയിലേക്ക് വിളിക്കുന്ന ഒത്തിരി പേരുണ്ട്. ആമേൻ. അതിൽ ചിലരുണ്ട് അവരെല്ലാം തികഞ്ഞവരാ. അപ്പോൾ പിന്നെ നമ്മുടെ അടുത്തേക്ക് വിളിക്കുന്നത് എന്തിനാ? എന്നാൽ ഇവൻ ജോലിയും കുലിയില്ല ചൊറിയും കുത്തിയിരിക്കല്ലേ, എനിക്ക് വേണ്ടി അങ്ങ് പ്രാർത്ഥിച്ചോട്ടെ. ഒരു ചാൻസ് തരും പോലെയാ വിളിക്കുന്നത്. ആമേൻ. അപ്പോൾ സ്തോത്രം, നമുക്കൊരു അവസരം കിട്ടട്ടെ എന്ന് കരുതി വിളിക്കുന്നവരാ എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കായിരിക്കും. നമുക്കറിയാം പ്രാർത്ഥിക്കും. ആമേൻ. സ്തോത്രം. നമ്മൾ പ്രാർത്ഥിച്ച് ഇനി ആ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടി കിട്ടിയാലും അവർ പറയും ഞങ്ങൾ 250 രൂപയ്ക്ക് മിനറൽ വാട്ടർ വാങ്ങിച്ച് കുടിച്ചുകൊണ്ടാണ് മാറിയത് എന്ന് പറയുന്നവരും. അപ്പോൾ ഒരു സഹോദരി പ്രൈസർ ഫാമിലിയിലേക്ക് വിളിക്കേണ്ട. ആ സഹോദരിയുടെ വിഷയം ഇതാണ്, തൻ്റെ ഫാമിലിക്കകത്ത് ഭയങ്കരമായ പ്രശ്നം. അപ്പോൾ എന്നും വഴക്ക്, എന്നും അടി, ഒന്നും പ്രശ്നം. അപ്പോൾ ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെടുകയുണ്ടായി. ആ സഹോദരിയോട് ചിലത് പറയേണ്ടതുണ്ട്. ആമേൻ. അപ്പോൾ ആ സഹോദരിയോട് പറയുവാൻ തുറക്കുമ്പോൾ സഹോദരിയോട് പാസ്റ്ററെ പ്രാർത്ഥിച്ചു. അപ്പോൾ ആ സഹോദരി എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലാകും. നിന്നോട് ഞാൻ എന്താണോ പറഞ്ഞത്? അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാനാ സഹോദരി. എന്നിട്ട് നീ പ്രാർത്ഥിച്ച സഹോദരി, അത്രയും മതി, ഇനി കൂടുതലൊന്നും ഇങ്ങോട്ട് വേണ്ട. പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ നിന്റെ ജോലി എന്താ? പ്രാർത്ഥിച്ചിട്ട് പൊയ്ക്കോളൂ, അങ്ങോട്ടൊന്നും കേൾക്കത്തില്ല. ആമേൻ. അങ്ങനെ ഒന്നും പറയണ്ട. പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ നീ പ്രാർത്ഥിച്ചാൽ മാത്രം മതി. കുറച്ച് ദിവസത്തിന് മുമ്പ് ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് കടക്കാൻപുട്ടിൻ്റെ അവിടെ ആ സഹോദരി നിൽപ്പുണ്ട്. സഹോദരിയോട് ചോദിച്ചു, സഹോദരി എങ്ങോട്ട് പോകുന്നു? അത് ഇന്ന് കോടതിയിൽ ഒരു കൗൺസിലിംഗ് ഉണ്ട്, ഇനി ജഡ്ജി പറഞ്ഞിട്ട് വേണം എൻ്റെ ഭർത്താവ് വീട്ടിൽ വരാൻ. വന്നതും തന്നെ ആ ജഡ്ജിക്ക് അങ്ങനെ തന്നെ വേണം. ആമേൻ. ഹല്ലേലൂയ. ആ ജഡ്ജി എനിക്കറിയാം, അങ്ങേക്ക് അങ്ങനെ തന്നെ വേണം. ഈ പെണ്ണും പിള്ളേരുടെ മുമ്പിൽ കിടന്ന് നട്ടം തിരിക്കും. ഭർത്താവ് നേരത്തെ ഓടിപ്പോയി കേട്ടോ. അവൻ ഈ നിയമത്തിനെത്താൻ പറ്റാത്ത രാജ്യത്ത് ഓടി രക്ഷപ്പെട്ടു. ആമേൻ. സ്തോത്രം. താഴ്മയില്ല പ്രിയരെ. നമ്മളത് താഴുവാൻ തയ്യാറായാൽ ഈ പകുതി പ്രശ്നങ്ങളൊക്കെ തീരും. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴുക, മനുഷ്യരുടെ മുൻപിൽ താഴുക. 3 സ്തോത്രം, സ്നേഹമില്ലായ്മ. അപ്പോൾ സ്നേഹമില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ സമ്മതിക്കുമോ? നമ്മൾ പ്രത്യേകിച്ച് പെന്തക്കോസ് വിശ്വാസത്തിലേക്കുന്നവരാ. ഞാൻ എല്ലാം വിട്ടിട്ട് ദൈവത്തെ സ്നേഹിച്ച് നടക്കുന്നവനാ. എൻ്റെ ചങ്കാണ് യേശു. നമ്മുടെ ചങ്കാണ് യേശു എന്ന് പറയുമ്പോൾ ഈ പറയുന്നവൻ്റെ ഭാര്യയുടെ ചങ്കിൽ നോക്കിയോളണം. അവൻ്റെ ഇടി കൊണ്ട് പാവം ചങ്ക് കലങ്ങിയായിരിക്കും കിടക്കുന്നത്. യേശുവിനെ ഭയങ്കര സ്നേഹമാണ്. ഭാര്യയുടെ അടുത്ത് സ്നേഹം കാണിക്കുന്ന രീതി വേറെയാ. ആമേ. നോക്കിയാ അപ്പോൾ യേശു എങ്ങനെ സ്നേഹിക്കാനാണ് പറയുന്നത്? മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 44 മുതൽ 46 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ, ഞാനോ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. അവിടെ നിൽക്കട്ടെ. ഇതൊന്നിനും നിങ്ങൾ മെനക്കെടണ്ട. നിങ്ങളുടെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊന്നും നിൽക്കണ്ട. നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കാൻ നിന്നൂടെ? സ്വന്തം ഭാര്യയെ സ്നേഹിച്ചൂടെ? ഭർത്താവിനെ സ്നേഹിച്ചൂടെ? മക്കളെ സ്നേഹിച്ചൂടെ? സഹോദരങ്ങളെ സ്നേഹിച്ചൂടെ? ഇതൊന്നും നമ്മൾ ചെയ്യത്തില്ല. നമ്മളിതൊന്നും ചെയ്യാതെ നിന്നുകൊണ്ട് പറയും ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നവനാണ്, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നവളാണ്. ആമേൻ. ഭയങ്കര സംഭവമാണ്. ഞങ്ങൾ നേരത്തെ താമസിച്ചിരുന്ന ചക്കിപ്പാറ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ആമേൻ. സ്ത്രീകളെ കുറിച്ച് പറഞ്ഞുകൂടാത്തത് എങ്കിലും പോട്ടെ. അവിടെ ഞങ്ങളുടെ അമ്മമാരെ പോലെയുള്ളവർ രാവിലെ വഴക്കുണ്ടോ? എല്ലാ ദിവസവും രാവിലെ വഴക്കുണ്ടോ? എന്തിനാണ്? കോഴിമുട്ട കാണാനില്ല. കോഴി അവരെ വീട്ടിൻ്റെ മുകളിൽ കൂടെ പറന്നു. കോഴി പറന്നപ്പോൾ ഒരു തൂവൽ താഴെ വീണു. കോഴി കുളിപ്പറയുടെ മുകളിൽ കൂടെ പറന്നു. എന്നാലും നിന്റെ കോഴി അങ്ങനെ പറന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉദ്ദേശം വേറെയാണ് എന്ന് പറയുന്ന സഹോദരി. ആ പേരും പറഞ്ഞ് ഇങ്ങനെ ആടിയ. അപ്പോൾ 2 സഹോദരിമാരും ഇങ്ങനെ തയ്യാറായി നിൽക്കും. ആദ്യമൊക്കെ സോഫ്റ്റ് ആയിട്ട് തുടങ്ങും. ഈ ചെണ്ടമേളം തുടങ്ങുമല്ലോ, ടിങ് ടിങ് ടിങ്, പിന്നെ ടകടകടകടകടയെന്ന് അങ്ങനെ തുടങ്ങി. പണ്ട് ഈ ബ്ലൗസും പേശയും ഒക്കെയാണ്. പേശയൊക്കെ മാടിക്കെട്ടി തുടങ്ങും അങ്ങ്. അപ്പോൾ ഇതിൻ്റെ ഒരു ലെവലിലോട്ട് ഇങ്ങനെ എത്തുമ്പം 1-ാമത്തെ മണി പള്ളിയിൽ നിന്ന് കേൾക്കും. എവിടെ നിന്ന്? 1-ാമത്തെ പള്ളി. ഉടനെ പേശയും താത്തിട്ട് ഇപ്പം പള്ളിക്ക് സമയമായി, ഞാൻ പള്ളിയിൽ പോയിട്ട് വരട്ടെ എന്നിട്ട് ബാക്കി. 2-ാമത്തെ മണി കേൾക്കുമ്പോൾ ഈ സഹോദരി വെളിയിൽ വരുന്ന കണ്ട നമ്മൾ വിചാരിക്കും രൂപക്കൂട്ടിനകത്ത് നിന്ന് മറിയ കുഞ്ഞുവാവയും കൊണ്ടുപോവുകയാണ്. എന്തൊരു സ്നേഹമാണ് മണി കേട്ടാൽ. പക്ഷെ തിരിച്ചു വന്നാലോ വീണ്ടും വരും. 2ാമതൊരു തൂവലും കൂടെ കിടന്നടി. ഒരു പ്രാവശ്യമല്ല, നിന്റെ കോഴി എൻ്റെ കുളിമുറിയുടെ മുകളിൽ കൂടെ 2 പ്രാവശ്യം പറന്നത് ഞാൻ കണ്ടു. ആമേൻ. സ്നേഹം.
അവൻ ഇത് നിങ്ങൾ ഇതെന്തിനാണ് ഞാൻ ഇത്രയും ഇതായിട്ട് പറയുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ സ്നേഹമില്ലാത്തവരാണെങ്കിൽ ദൈവം പ്രാർത്ഥനയ്ക്ക് മറുപടിയൊന്നും തരത്തില്ല. പ്രിയരെ, ചുമ്മാ നടന്ന് ബഹളം വെച്ച് നാട്ടുകാരെ പറ്റിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 13-ാം അധ്യായം നിങ്ങൾ വായിച്ചു നോക്കുക. ഞങ്ങൾ CSI ചർച്ചിലായിരുന്നപ്പോൾ അവിടുത്തെ പാഠപുസ്തകത്തിൻ്റെ ബാക്കിൽ അതാണ് എഴുതിയിട്ടുള്ളത്. അത് പറഞ്ഞ് പ്രാർത്ഥിക്കും. എന്താ? സ്നേഹം നിഗളിക്കുന്നില്ല, ദീർഘിക്കുന്നില്ല, ചീർക്കുന്നില്ല, ഉന്നതഭാവം കാണിക്കുന്നില്ല, ക്ഷമിക്കുന്നു, താഴുന്നു. അയ്യോ, താഴ്മയും ഇല്ല, ക്ഷമയും ഇല്ല, എന്തോ പോലെ. ആമേൻ. അപ്പോൾ കേൾക്കണമേ, സ്നേഹിക്കാത്തവരെ ദൈവം തിരിഞ്ഞു പോലും നോക്കത്തില്ല. കാരണം ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ പറയുന്നു, യഹോവ ഹാബേലിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചു. ഹാബേലിന്റെ വഴിപാട് കണ്ടിട്ട് കൈയടിച്ച് ചിരിച്ച ദൈവത്തെ കുറിച്ചല്ല, ഹാബേലിനെ കണ്ട് ഇഷ്ടപ്പെട്ട ദൈവം. ഇവൻ കൊള്ളാം, ഇവന്റെ വഴിപാടിൽ പ്രസാദിക്കുവാനുണ്ട്. നിന്റെ ജീവിതം ആദ്യം നോക്കും. പ്രാർത്ഥിക്കുന്ന സഹോദര, പ്രാർത്ഥിക്കുന്ന സഹോദരി, പ്രാർത്ഥിക്കുന്ന പ്രിയരെ, നിങ്ങളുടെ ജീവിതത്തെ യേശു ആദ്യം നോക്കും. നിങ്ങളുടെ ജീവിതം ശരിയാണെങ്കിൽ നിങ്ങളുടെ യാഗത്തിൽ ദൈവം പ്രസാദിക്കും. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് സ്തോത്രം മറുപടി നൽകും. ഇന്ന് പകലിലും പ്രാർത്ഥിക്കപ്പാ, എന്റെ ജീവിതത്തെ നേരെയാക്കി. അങ്ങേ മാത്രമല്ല, ഞാൻ കാണുന്ന എന്റെ പ്രിയപ്പെട്ടവരെ സ്നേഹിച്ചുകൊണ്ട് പ്രാർത്ഥനയോട് അങ്ങയുടെ സന്നിധിയിൽ വന്ന് എനിക്ക് വേണ്ടത് പ്രാപിച്ചെടുക്കുവാൻ നീ അങ്ങ് സഹായിക്കണമേ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഈ സ്നേഹത്തിന് എന്താണ് ഇത്ര പ്രാധാന്യം? നോക്കൂ, മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അറിയാമോ ആ വാക്യങ്ങൾ? ഇങ്ങോട്ട് നോക്കൂ കുഞ്ഞുങ്ങളെ, ഈ വാക്യം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 12 മുതൽ 15 വരെയുള്ള വാക്യം കേട്ടിട്ടുണ്ടോ? ബെസ്റ്റ്. നിങ്ങളുടെ സാറിനെ വേണം ഓടിച്ചിട്ടടിക്കാൻ. ഇതാണ് നിങ്ങളുടെ സാർ ഈ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സംഭവം. എന്താ? അവിടെ ഒരു പ്രാർത്ഥനയുണ്ട്. ആമേൻ. എന്താ പ്രാർത്ഥന? ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. സ്നേഹത്തിൻ്റെ റിസൾട്ടാണ് ക്ഷമ. ആമേൻ. നിങ്ങൾ ആരെയെങ്കിലും സ്നേഹിക്കുന്നു എന്ന് പറയുകയും അവരുടെ ഒരു വാക്കിന് അവരോട് ക്ഷമിക്കുവാൻ നിങ്ങൾക്ക് കഴിയാതിരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾക്ക് സ്നേഹം യഥാർത്ഥത്തിലില്ല. സ്നേഹം യഥാർത്ഥത്തിലുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കും. ആമേൻ. ഹല്ലേലൂയ. ഈ സ്നേഹമാണ് നമ്മുടെ വീണ്ടെടുപ്പും നമ്മുടെ രക്ഷയും. നമ്മൾ ശത്രുക്കളായിരുന്നപ്പോൾ തന്നെ യേശു നമ്മോട് ക്ഷമിച്ച് നമ്മെ സ്നേഹിച്ചു. പിതാവായ ദൈവം നമ്മോട് ക്ഷമിച്ച് നമ്മളെ സ്നേഹിച്ചു, പുത്രനെ നമുക്ക് തന്നു. ഇത് നമ്മളിലും ഉണ്ടാകണം. ആമേൻ. സ്നേഹമുള്ളിടത്ത് ക്ഷമയുണ്ടാകും. അവൻ ഇന്ന് കർത്തൃമേശയുടെ ദിവസമാണല്ലോ. അപ്പം ബാക്കി നമുക്ക് അങ്ങോട്ട് പോയിട്ട് ചിന്തിക്കാം. അപ്പോൾ ക്ഷമ, പ്രാർത്ഥനയുടെ മറുപടി ആവശ്യമാണെങ്കിൽ സ്നേഹമുണ്ടാകണം. സ്നേഹത്തോടെ ക്ഷമിക്കുവാൻ കഴിയണം. യാഗപീഠത്തിൻ്റെ അടുത്ത് വഴിപാടുമായിട്ട് പോകുമ്പോൾ എങ്ങനെ പോകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? നിന്നോട് ആർക്കെങ്കിലും എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ കേസ് കൊടുത്തിട്ട് വരാനല്ല, അവനാണ് കുഴപ്പമെങ്കിൽ നീ അങ്ങോട്ട് പോയി ഒരു സോറിയും പറഞ്ഞ് തട്ടിത്തടവി പോട്ടടാ, ഇനി കുഴപ്പമുണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് യാഗപീഠത്തിൻ്റെ അടുത്ത് വരാൻ ആര് പറഞ്ഞേ? യേശു പറഞ്ഞേ. ആമേൻ. നമ്മളാണെങ്കിലോ? ആമേൻ, വിടാം. അപ്പോൾ 4, അനുസരണക്കേട്. സ്തോത്രം. ഇതാ നേരത്തെ ആ സഹോദരിക്കും പറ്റിയേ. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം, നമുക്ക് പറയാൻ ഒരുപാടുണ്ട്, അതുകൊണ്ട് തന്നെ കേൾക്കാൻ നമുക്കൊരു താല്പര്യവുമില്ല. ആമേൻ. സ്തോത്രം. നമ്മൾ പറയുന്നത് മാത്രം പോരാ. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ പറയുന്നു, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ, വചനപ്രകാരം ജീവിക്കുന്നവൻ, കൽപ്പന അനുസരിച്ച് ജീവിക്കുന്നവൻ മാത്രമേ സ്വർഗത്തിൽ പ്രവേശിക്കത്തുള്ളൂ. അല്ലാതെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ദൈവമേ 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 എന്ന് വിളിച്ചതുകൊണ്ടോ, സ്തോത്രം, ഉപവസിച്ചതുകൊണ്ടോ, പ്രാർത്ഥിച്ചതുകൊണ്ടോ, കരഞ്ഞതുകൊണ്ടോ ഇല്ല. അനുസരണം വലിയ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. ആമേൻ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എനിക്ക് ദൈവത്തെ അനുസരണം ഉണ്ടല്ലോ, ദൈവം എന്തെങ്കിലും പറയാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുക, ദൈവം വരണം, പറയണം. ആമേൻ. എങ്ങനെ? ഇതും അങ്ങനെ തന്നെ. ഒപ്പമുള്ളവർ പറയുന്നത് നമുക്ക് അനുസരിക്കുവാൻ കഴിയുന്നുണ്ടെങ്കിൽ മാത്രമേ ദൈവം പറയുന്നത് നമുക്ക് അനുസരിക്കുവാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തിനായി 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലും ഒക്കെ 1, 1, 2, 2, 2, 4 എന്ന് പഠിക്കുന്നത്? 10-ാം ക്ലാസ്സിൽ പോയി കഴിഞ്ഞാൽ വലിയ കാര്യങ്ങളൊക്കെ പഠിക്കാമല്ലോ. അപ്പോൾ ഈ കുഞ്ഞുങ്ങളെ ആദ്യം കൊണ്ട് 10-ാം ക്ലാസ്സിലാക്കിയാൽ മതിയല്ലോ. എന്താ അങ്ങനെ ഉണ്ടാക്കാത്തത്? ഈ 1, 1, 2 പഠിച്ചാലേ മുകളിലെത്തുമ്പോൾ സൈനും കോസും തീറ്റയും ഒക്കെ പിടികിട്ടത്തുള്ളൂ. ആമേൻ. അല്ലെങ്കിൽ ഒരു സ്തോത്രം ഒന്നും പിടികിട്ടാതെ ഇവൻ ഇങ്ങനെ ഒരു പിണ്ണാക്കും പിടികിട്ടാതെ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കും. ഇതുപോലെ ഇവിടെയുള്ള സഹോദരങ്ങളെ സ്നേഹിക്കാനോ അവർ പറയുന്ന അനുസരിക്കാനോ കഴിയില്ലെങ്കിൽ സ്വർഗത്തിൽ പോയിട്ട് യേശു പറയുമ്പോഴും നമുക്കൊരു ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ പണ്ട് ഇങ്ങനെ, യേശുവേ എനിക്ക് ഇങ്ങോട്ട് പറയുന്നതൊന്നും കേട്ട് ശീലമില്ല, ഞാൻ അങ്ങോട്ട് പറയുന്ന ഒരാളാണ്.
ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ ഈ ലോകത്തിലും നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ ഭാര്യ പറയുന്നത് നമ്മൾ കേൾക്കണം, ഭർത്താവ് പറയുന്നത് നമ്മൾ കേൾക്കണം, മക്കൾ പറയുന്നത് കേൾക്കണം, അമ്മയപ്പന്മാർ പറയുന്നത് പ്രിയപ്പെട്ടവർ കേൾക്കണം, ബന്ധുക്കൾ പറയുന്നത് കേൾക്കണം, ചാർച്ചക്കാർ പറയുന്നത് കേൾക്കണം. ഈ അനുസരണം മാത്രമേ സ്വർഗത്തിൽ നിലനിൽക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഇതൊരു എക്സ്പീരിയൻസ് കിട്ടത്തില്ല. നിങ്ങൾ വേണമെങ്കിൽ സംശയമുണ്ട്, സ്വർഗത്തിൽ പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് ഭയങ്കര ടെൻഷനായിരിക്കും. ഇതുവരെ ഒരൊറ്റ ആൾ പറഞ്ഞത് ഞാൻ കേട്ടിട്ടില്ല, ഇപ്പോൾ ഇതാ ഒരു യേശു വന്നതെന്ന് പറയുന്നത്. ഇവനാണെങ്കിൽ ഒരു യഹൂദനാണ്, എൻ്റെ സ്വന്തം ഭർത്താവ് പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടില്ല, എന്നിട്ടാണ് ഏതൊരു യഹൂദൻ വന്നതെന്ന് പറയുന്നത്. പറ്റൂല യേശുവേ, ഈ കളിക്ക് പറ്റൂല, ഞാൻ നരകത്തിലോട്ട് വെക്കോളാം എന്ന് പറഞ്ഞ് നിങ്ങൾ ഓടിപ്പോകും. അപ്പോൾ അനുസരണം ഏറ്റവും അത്യാവശ്യം. പ്രാർത്ഥനയ്ക്ക് മറുപടി വേണമെങ്കിൽ വചനം അനുസരിച്ച് ജീവിക്കണം, കൽപ്പന പ്രകാരം ജീവിക്കണം, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ തയ്യാറാകണം. 5, കൂട്ടായ്മയിൽ നിന്ന് അകന്നു നിൽക്കുക. പ്രാർത്ഥനയ്ക്ക് മറുപടിയില്ലാതെ വരുന്ന അടുത്ത സന്ദർഭമാണ് കൂട്ടായ്മയിൽ നിന്ന് അകന്നു നിൽക്കുക. നമ്മൾ പറയും, നമുക്ക് എന്തിനാ കൂട്ടായ്മ, ഞാൻ ഒറ്റയ്ക്കിരുന്നാൽ തന്നെ. ആമേൻ, സ്തോത്രം. 2 കൈയടിക്കുമ്പോൾ ഓർക്കുക, അതൊരു കൂട്ടായ്മയാണ്. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 19-20 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഭൂമിയിൽ വെച്ച് നിങ്ങൾ 2 പേർ യാചിക്കുന്ന ഏത് കാര്യത്തിലും ഐക്യമത്യപ്പെട്ടാൽ അത് സ്വർഗസ്ഥനായ എൻ്റെ പിതാവിങ്കിൽ നിന്ന് അവർക്ക് ലഭിക്കും. 2 or 3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നതൊക്കെയും ഞാൻ അവരുടെ നടുവിൽ ഉണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഒരു മനപ്പെട്ട് പ്രാർത്ഥിക്കുക. ആമേൻ. കൂട്ടായ്മ, നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ പ്രിയപ്പെട്ടവർ പ്രാർത്ഥിക്കുക, സഭ പ്രാർത്ഥിക്കുക. പ്രിയരെ, കൂട്ടായ്മയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞ, യേശുവിന് വേണമെങ്കിൽ പറയായിരുന്നു, ഒന്നും പേടിക്കണ്ട മക്കളെ, നീ ഒറ്റയ്ക്കിരുന്ന് സൈഡിന് നൈസായിട്ടിരുന്ന് എന്നെ നോക്കി അങ്ങ് പ്രാർത്ഥിച്ചാൽ മതി. പ്രിയരെ, അത് പാടാണ്. ആമേൻ, ഹാലേലൂയ. ഒറ്റയ്ക്കിരിക്കുന്നവൻ്റെ മനസ്സ് പിശാചിൻ്റെ അമ്പലമാണ് എന്ന് ഏതോ ഒരു പഴഞ്ചൊല്ലുകാരൻ പറഞ്ഞിട്ടുണ്ട്. ഞാനത് ഏറ്റെടുത്ത് പറയുന്നുണ്ട്, അതങ്ങനെ തന്നെയാണ്. ആമേൻ. ഒരുപാട് അത്ഭുതങ്ങൾ പ്രവർത്തിച്ച ഒരു മനുഷ്യൻ. രാജാക്കന്മാരുടെ പുസ്തകം 15-ാം അധ്യായം 4-5 വാക്യത്തിൽ അവൻ ചൂരച്ചെടിയുടെ കിടറ്റിൽ മൂട്ടിക്കിടന്ന് വിളിക്കുക, ദൈവമേ എന്നെ കൊന്നാ മതി, എനിക്ക് ചത്താ മതി എന്ന്. ആമേൻ. അതുവരെ ബാലിൻ്റെ പ്രവാചകന്മാരെ കൊന്നുകൊണ്ടിരുന്നവൻ, അവൻ അപ്പോഴൊരു ചിന്ത വന്നു, ഈ ദൈവത്തിന് എന്നെ കൊല്ലക്കമാണ് ജോലിയെന്ന്. ഒറ്റയ്ക്കായപ്പോൾ ഉള്ള ചിന്തയാണ്. ആമേൻ. ദൈവത്തിന് എന്താ, നമ്മളെ കൊല്ലക്കാണോ ജോലി? ഒറ്റയ്ക്കാകുമ്പോൾ അതുവരെ ചിന്തിച്ചെന്താ, ഇതൊന്നുമല്ല. ഒറ്റയ്ക്കാവുമ്പോൾ ഉള്ള ചിന്ത, നമ്മൾ ഇങ്ങനെയുള്ള ചിന്തകളുണ്ടായി. ഞങ്ങളുടെ ഫേസ്ബുക്കിലും ഞങ്ങളുടെ ഗ്രൂപ്പിലും ഞങ്ങൾക്കൊപ്പം നിൽക്കുന്നവരൊക്കെ ഒത്തിരി പേരുണ്ട്. ഒരാളുടെ പേര് പറയുന്നില്ല, ഇപ്പം കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. ആമേൻ, സ്തോത്രം. ആ സഹോദരൻ ഇങ്ങനെ ഒറ്റയ്ക്ക് ആ സഭയിൽ നിന്നൊക്കെ മാറി, നമ്മുടെ കാട്ടാക്കടയുള്ള സഹോദരനാണ്, പേര് പറയുന്നില്ല. ആ സഹോദരൻ ഇങ്ങനെ സഭയിൽ നിന്നൊക്കെ മാറി ഒറ്റയ്ക്ക് അങ്ങനെ ആരാധിക്കുവാൻ തുടങ്ങി. താനും തൻ്റെ ഭാര്യ, തൻ്റെ മക്കൾ ഇങ്ങനെ ആരാധിച്ച് ഇങ്ങനെ ഇരുന്നിട്ട് ഇപ്പം സ്തോത്രം ഒരു പാറപ്പുറത്ത് നിന്നാണ് പുള്ളി യൂട്യൂബിൽ ലൈവ് ചെയ്യുന്നത്. നിങ്ങളും സാന്ദർഭികവശാൽ യൂട്യൂബിൽ ആ ലൈവ് കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ പുള്ളി പറയുന്നത് ഇതാണ്, യേശുവല്ല ദൈവം, യേശു വിളിച്ച് പ്രാർത്ഥിച്ച വേറൊരു ദൈവമുണ്ട്, എനിക്കും ആ ദൈവവുമായിട്ട് ഇടപാട്. അതുകൊണ്ടാണ് പുള്ളി പാറപ്പുറത്ത് നിൽക്കുന്നത്, നമ്മൾ ക്രൂശിൻ്റെ പുറത്താണ് നിൽക്കുന്നത്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മളെ ബന്ധം ക്രൂശാ, പുള്ളി പാറപ്പുറത്ത് നിന്നിട്ട് പറയുക, എനിക്ക് നേരിട്ട് ദൈവമായിട്ടാണ് ബന്ധം. ആമേൻ. ഒറ്റയ്ക്കാവുമ്പോൾ ഇമാതിരി ചിന്തകൾ വരും. ഇതിൽ ഏറ്റവും വലിയ കഷ്ടം എന്താണെന്ന് അറിയാമോ? പാറപ്പുറത്ത് നീ പുള്ളി ഇങ്ങനെ വെളുവുകേട്ട് വിളിച്ച് പറയുമ്പോൾ താഴെ 2 പെമ്പിള്ളരും ഭാര്യയും കൂടെ കഷ്ടപ്പെട്ടിരുന്ന് ഇവൻ്റെ പൊട്ടത്തനത്തിന് ആരാധിച്ചുകൊണ്ടിരിക്കുക. ഇവനെ നരകത്തിൽ പോകാൻ വേണ്ടി പോയ, ഇനി ഈ പാവപ്പെട്ട കൊച്ചുങ്ങളെയും തള്ളയും കൂടെ കൊണ്ടേ പോവുള്ളൂ എന്നുള്ള വാശി. ആമേൻ. ഒറ്റയ്ക്കായിരിക്കുമ്പോൾ നിങ്ങൾ ഇത് ഒറ്റയ്ക്കായി ആര് മാറുന്നുവോ അടുത്ത ആളുടെയും പരിചയപ്പെടുത്താൻ. ഇതിനകത്തിരിക്കുന്ന ഏകദേശം പേർക്കും അറിയാൻ പറ്റും. നമ്മുടെ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന വക്കീലും പുള്ളി നല്ലൊരു സമർത്ഥനായൊരു പ്രഭാഷകനാണ്, നല്ലപോലെ പ്രസംഗിക്കുവാൻ കഴിവുള്ള ആളാണ്, സഭയൊക്കെ നടത്തിയിട്ടുള്ളതാണ്, അഡ്വക്കേറ്റാണ്. അത് മാത്രമേ ഉള്ളൂ കുഴപ്പം. അപ്പോൾ പുള്ളി ഇങ്ങനെ അഡ്വക്കേറ്റായിട്ട് കുറേയൊക്കെ നടന്നിട്ട് പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ പുള്ളി വിചാരിച്ച് ശരിയാവുന്നില്ല. അത് കഴിഞ്ഞ് പുള്ളിയായിട്ട് പ്രസംഗിച്ചപ്പോൾ അതും ശരിയാവുന്നില്ല. പുള്ളി പോകുന്നിടത്തുള്ള പ്രസംഗമൊക്കെ കേൾക്കുമ്പോൾ പുള്ളിക്കൊരു ചിന്ത, ഇവൻ 10ാം ക്ലാസ് തോറ്റയില്ലേ, LLB പാസ്സായി എന്നെ ഇവ അങ്ങ് പ്രസംഗിച്ചാൽ എങ്ങനെ ശരിയാവും? അപ്പോൾ പുള്ളി ഒറ്റയ്ക്ക് ആരാധന മാറ്റി. ഒറ്റയ്ക്ക് ആരാധന മാറ്റിയപ്പോൾ പുള്ളി ഇപ്പം പറഞ്ഞുകൊണ്ട് നടക്കുന്ന AD 70 യേശു വന്ന് എല്ലാവരെയും കൊണ്ടുപോയി, ഇനി നമ്മൾ വേറെ ഒന്നും ചെയ്യണ്ട. പുള്ളി ഇങ്ങനെ ആഴ്ചയിൽ വീഡിയോ ഒക്കെ ചെയ്യും, അല്ലെങ്കിൽ ഇങ്ങനെ ലേഖനമൊക്കെ എഴുതും. യേശു വന്നിട്ട് പോയി, നിങ്ങൾ എന്തിനാ കടന്ന് കൈകാലോട്ട് അടിക്കുന്നത്, ഇനി നിങ്ങൾ എന്തിനാ ബഹളം വയ്ക്കുന്നത്? അപ്പോൾ യേശു വന്നിട്ട് പോയി. പുള്ളി ഒറ്റയ്ക്കായപ്പം പുള്ളിയുടെ ചിന്ത ഏതാ, യേശു വന്നിട്ട് പോയി. നമ്മൾ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കോമാളിത്തരങ്ങൾ ഉണ്ടാവും പ്രിയരെ. യേശു വന്നിട്ട് പോയെന്ന് പറയുന്ന ഈ പുള്ളി എന്നെ ഇടയ്ക്ക് അവസരം കിട്ടിയാൽ ഏതെങ്കിലും പള്ളിയിൽ പോയി ഇന്ന് പ്രസംഗിക്കുകയും ചെയ്യും. യേശു വന്നിട്ട് പോയെങ്കിൽ പിന്നെ എന്തിനാ പ്രസംഗിക്കുന്നത്? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി. യേശു വന്നിട്ട് പോയെങ്കിൽ നമ്മളീ കൂടിയിരിക്കുന്നതിൻ്റെ കാരണം എന്താ? ഈ ബൈബിളിൻ്റെ ഉദ്ദേശം എന്താ? അപ്പോൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഇതുപോലുള്ള കിടുതാപ്പ് ചിന്തകളുമായിട്ട് പിശാച് കടന്നു വരും. അപ്പോൾ ഈ ചിന്ത ഉറച്ചു നിൽക്കുന്ന എന്താ? കൂട്ടായ്മ ഇല്ലാതെ വരുമ്പോൾ വചനം നമുക്ക് അതുപോലെ കേൾക്കുവാൻ കഴിയാതെ വരും. പിശാച് നമുക്ക് വേണ്ടത് മാത്രം എന്തെങ്കിലുമൊക്കെ കിണ്ടിപ്പറക്കി തരും. ആമേൻ. അത് തിന്ന് ആ ചിന്തയുടെ പിന്നാലെ പോകും. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് തിരിച്ചറിയുക കൂട്ടായ്മ. ആ കൂട്ടായ്മയിലൂടെയാണ് അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം 1 മുതൽ താഴേക്കുള്ള വാക്യത്തിൽ പറയുന്നു, പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. എവിടെ? കൂട്ടായ്മയിൽ, മർക്കോസിന്റെ മാളിക മുറിയിൽ കൂട്ടായ്മയുടെ മധ്യത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്
പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. ഇന്ന് ആ കൂട്ടായ്മയുടെ അനുഭവത്തിൽ ഇതിനകത്തായിരിക്കുന്ന പ്രിയരെ, നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് പ്രൈസർ ഫാമിലിക്കൊപ്പം നിങ്ങൾ കൂട്ടായ്മയിലായിരിക്കുന്നു. നിങ്ങളുടെ മധ്യത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി. ഓ റാധാന ഷഖാറാത്തിനെ അത് തിരിച്ചറിയുന്നവർ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചാട്ടെ. ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വരിക. ഓ റാധാന ഷഖാറാത്തിനെ ഷന്ധാരകന കൂട്ടായ്മയുടെ മധ്യത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരിക. ആമേൻ, സ്തോത്രം. ആ കൂട്ടായ്മ കണ്ടിട്ട് 2-ാം അധ്യായം 11-ാമത്തെ വാക്യം, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകമാണ്. 2-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, ഈ നമ്മുടെ ഭാഷകളിൽ അവർ ദൈവത്തിന്റെ വൻകാര്യങ്ങളെ പ്രസ്താവിക്കുന്നു. എന്താ ശ്രദ്ധിച്ചേ? സ്തോത്രം. ആ കൂട്ടായ്മയുടെ മധ്യത്തിൽ പുറത്തു നിന്ന് ആൾക്കാർ പറയുക, നോക്കൂ, ഇവർ ഞങ്ങളുടെ ഭാഷകളിൽ ദൈവത്തിന്റെ വൻകാര്യങ്ങളെ പ്രസ്താവിക്കുന്നു. അപ്പൊ കൂട്ടായ്മ, സ്തോത്രം, ദൈവത്തിന്റെ വൻകാര്യങ്ങളെ ലോകത്തോട് വിളിച്ചു പറയുന്നവരാക്കി നമ്മെ മാറ്റും. ആമേൻ. നമ്മളുടെ ലോകം ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നത് കൂട്ടായ്മയിലൂടെയാണ്. കൂട്ടായ്മയിൽ നാം ശക്തിപ്പെടുമ്പോൾ, കൂട്ടായ്മയിൽ നാം ബലപ്പെടുമ്പോൾ, കൂട്ടായ്മയിലൂടെ നമ്മൾ ആത്മശക്തി പ്രാപിക്കുമ്പോൾ നമ്മിലൂടെ നടക്കുന്നത്, നമ്മുടെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നതിലൂടെ ദേശം വിളിച്ചു പറയും, ഇവർ ദൈവത്തിന്റെ വൻകാര്യങ്ങളെ പറയുന്നു, ഇവർ ദൈവത്തിന്റെ വൻകാര്യങ്ങളെ പ്രവർത്തിക്കുന്നു, അവരുടെ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. അപ്പൊ ഇത് കണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോൾ ചുറ്റും ഒരുപാട് കൂട്ടരുണ്ടായിരുന്നു കേട്ടോ. ഒരു കൂട്ടർ പറഞ്ഞു, ഇവർ ദൈവത്തിന്റെ വൻ കാര്യങ്ങളെ പ്രസ്താവിക്കുന്നു. വേറൊരു കൂട്ടർ ഭയന്നു. നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം വായിച്ചിട്ടുണ്ടല്ലോ. വേറൊരു കൂട്ടർക്ക് ഭയമായി, അയ്യോ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്. ഇനി മറ്റൊരു കൂട്ടരുണ്ട്, അവരുടെ മനസ്സിൽ അത്ഭുതവും അടയാളവും. 42-ലൊക്കെ അവർ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണുകയാണ്. ഭയന്ന് ഒളിച്ചിരുന്നവരൊക്കെ അത്ഭുതം ചെയ്യുവാനായി തുടങ്ങി. പ്രിയരെ, കൂട്ടായ്മ നിങ്ങളെ അത്ഭുതം ചെയ്യുന്നവരാക്കി മാറ്റും. ആമേൻ. കൂട്ടായ്മ നിങ്ങളെ അടയാളങ്ങളെ പ്രവർത്തിക്കുന്നവരാക്കി മാറ്റും. നിങ്ങൾ ദൈവത്തിന്റെ നാമത്തിൽ നിങ്ങളുടെ ദേശത്തിൽ അത്ഭുതങ്ങൾ ചെയ്യും. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളുടെ കുടുംബത്തിനകത്ത് നിങ്ങൾ അത്ഭുതങ്ങൾ ചെയ്യും. ഒരു അത്ഭുതം കൊണ്ട് മാത്രമേ എൻ്റെ ജീവിതത്തിനൊരു മാറ്റം ഉണ്ടാകത്തുള്ളൂ എന്ന് ഭാരത്തോടെ ആയിരിക്കുന്ന പ്രിയരെ, നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ ചെയ്യും. ആമേൻ, ഹല്ലേലൂയ. പിന്നെയും അവിടെ വേറൊരു കൂട്ടരുണ്ടായിരുന്നു. ആമേൻ. അവരെന്തോട്ടാ പറഞ്ഞുകൊണ്ടിരുന്നത്? അവർ പറഞ്ഞു, അവന്മാർ കുടിച്ച് ബോധമില്ലാതെ ബഹളം വെക്കുകയാണ്. ആമേൻ. അപ്പൊ നമ്മൾ ഇതിനകത്ത് ആരാധനയായിരിക്കുമ്പോൾ പുറത്ത് ഇതുപോലെ കുറെ കൂട്ടമുണ്ട്. ചിലർ പറയും, അയ്യോ അവർ ഭയങ്കര ആരാധനയാണ്, അവർ ആരാധന ഒന്ന് കാണണം, കൈയടിച്ച് നമ്മൾ ഈ ഉറങ്ങിയിരിക്കാതെ ആരാധിച്ച് എന്താ പുഷ്ടിയോടെയുള്ള ആരാധനയാണ് നമ്മുടെ ആരാധന. ഇങ്ങനെ കുറെ പേര് പറയും അവർ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അവരെ ദൈവം നിലനിർത്തുന്നുണ്ട്, അത്ഭുതങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്, ദൈവപ്രവൃത്തി വെളിപ്പെടും. ഇനി വേറൊരു കൂട്ടർ പറയും, വേറെ വേലയും കൂലിയില്ലാതെ വീട്ടിനകത്ത് ഇറങ്ങി വന്നിരിക്കണം, നാണം കെട്ടവളുള്ളൂ എന്ന് പറയുന്ന ഒരു കൂട്ടർ. അപ്പം അവരെ നമുക്ക് വിടാം. പക്ഷെ നമ്മൾ തിരിച്ചറിയുക, കൂട്ടായ്മയിലൂടെയാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഓർമ്മയുണ്ടല്ലോ. ഈ കൂട്ടായ്മയെക്കുറിച്ചും അല്പം കൂടെ നാം ചിന്തിക്കേണ്ടതുണ്ട്. കർത്തൃമേശയുടെ സമയത്ത് നമ്മൾ അതേക്കുറിച്ച് ചിന്തിക്കും. 6-ാമത്തെ കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നന്ദിയില്ലായ്മ. ആമേൻ. സങ്കീർത്തനം 104 ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, അവന്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവന്റെ പ്രകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവൻ. ദൈവത്തെ സ്തുതിക്കുന്നതിൽ, ദൈവത്തിന് സ്തോത്രം കൊടുക്കുന്നതിൽ, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിൽ നമ്മൾ പിശുക്ക് കാട്ടരുത്. നമ്മുടെ ആരോഗ്യം കൊണ്ട്, ശ്രദ്ധിക്കണമേ, നമ്മുടെ ആരോഗ്യം കൊണ്ട് നമ്മൾ ദൈവത്തിന് മഹത്വം കൊടുക്കണം. നമ്മുടെ സ്തോത്രം, നമ്മുടെ സംസാരം കൊണ്ട് നമ്മൾ ദൈവത്തിന് മഹത്വം കൊടുക്കണം. നമ്മുടെ കുടുംബം കൊണ്ട് നമ്മൾ ദൈവത്തിന് മഹത്വം കൊടുക്കണം. നമ്മുടെ നന്മകൾ കൊണ്ട് നമ്മൾ ദൈവത്തിന് മഹത്വം കൊടുക്കണം. ദശാംശം കൊണ്ട് നമ്മൾ ദൈവത്തിന് മഹത്വം കൊടുക്കണം. സ്തോത്ര കാഴ്ചകളിലൂടെ നമ്മൾ ദൈവത്തിന് മഹത്വം കൊടുക്കണം. സ്തോത്രം, നേർച്ചകളിലൂടെ നമ്മൾ ദൈവത്തിന് മഹത്വം കൊടുക്കണം. കാരണം ബൈബിൾ അത് പറയുന്നു. മലാഖി പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, എന്റെ ആലയത്തിൽ ആഹാരം ഉണ്ടാകേണ്ടതിന് നിങ്ങളുടെ ദശാംശം മുഴുവനും ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരുവിൻ. ഞാൻ നിങ്ങൾക്ക് ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം നിങ്ങളുടെ മേൽ അനുഗ്രഹം പകരുകയില്ലയോ എന്നിങ്ങനെ നിങ്ങൾ ഇതിനാൽ എന്നെ പരീക്ഷിപ്പിൻ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. ദൈവം പറയുക, നീ കൊടുത്തിട്ട് പറയടാ, നീ കൊടുത്തു നോക്ക്, അപ്പോൾ നിനക്ക് അറിയുവാനായിട്ട് കഴിയും. എന്നെ കേൾക്കുന്ന പ്രിയരെ, ദൈവത്തിന് കൊടുക്കേണ്ടത് ദൈവത്തിന് കൊടുക്കണം. അവന് കൊടുക്കേണ്ട സ്ഥാനം ദൈവത്തിന് കൊടുക്കണം. അവന് കൊടുക്കേണ്ട മഹത്വം ദൈവത്തിന് കൊടുക്കണം. അവന് കൊടുക്കേണ്ട, നമ്മുടെ ആരോഗ്യം കൊണ്ട് നമുക്ക് ജോലി ചെയ്യുവാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരോഗ്യമില്ലാത്ത ഒത്തിരി പേരിലേക്ക് നോക്കണം. ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന ഒത്തിരി പേരിലേക്ക് നോക്കണം. നമുക്ക് തന്ന നന്മയുടെ ദശാംശം നമ്മൾ ദൈവത്തിന് കൊടുക്കുക തന്നെ വേണം. അപ്പോൾ നമ്മൾ ഒരുപക്ഷെ ചിന്തിക്കും, ഈ ദശാംശമൊക്കെ സ്തോത്രം ദൈവത്തിനാണോ? ദൈവത്തിന് നമ്മുടെ ദശാംശമൊന്നും ആവശ്യമില്ല. നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ വയലിലും കാട്ടിലും ഉള്ളതെല്ലാം ദൈവത്തിനുള്ളത് തന്നെയാണ്. നമ്മൾ ആരും കൊടുക്കുന്ന എൻ്റെ 10 രൂപ വാങ്ങിച്ച് തിന്നാൻ തക്ക ഗതികേട് പിടിച്ചവനൊന്നും അല്ല എൻ്റെ ദൈവം. ദൈവത്തിന് ദശാംശം ദൈവത്തിനുള്ളതല്ല, ദശാംശം സ്തോത്രം സഭയ്ക്കുള്ളതാണ്. ആമേൻ. ദശാംശം സഭയ്ക്കുള്ളതാണ്. വചനം പറയുന്നു, ആലയത്തിൽ ആഹാരം ഉണ്ടാകേണ്ടതിന്, ആലയത്തിൽ നന്മയുണ്ടാകേണ്ടതിന്, ആലയത്തിൽ പുഷ്ടി ഉണ്ടാകേണ്ടതിന്, ആലയത്തിൽ അനുഗ്രഹം ഉണ്ടാകേണ്ടതിന്
കൊടുക്കുന്നതിന് ദശാംശം ആലയത്തിൽ തന്നെ വരണം. നമ്മൾ ചിന്തിച്ചു നോക്കുക, അയ്യോ ഞാൻ കൊടുത്തതുകൊണ്ട് അവിടെ ഇരിക്കുന്ന പാസ്റ്റർ എന്തെങ്കിലും എടുത്തുകൊണ്ട് പോകുന്നത്, അങ്ങനെ ഒന്നും ഇല്ലെന്നേ. ആമേൻ. അത് ദൈവവുമായുള്ള ഒരു ഉടമ്പടിയാണ്. നോക്കൂ 6:8 ലൂക്കോസിന്റെ 6:38 ലൂക്കോസിന്റെ സുവിശേഷം. അവിടെ ഈ വിധത്തിൽ പറയുന്നു, കൊടുപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അമർത്തി കുലുക്കി കവിയുന്നോര് നല്ല അളവ് നിങ്ങളുടെ മടിയിൽ അളന്നു തരും. നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്ക് അളന്ന് കിട്ടും. എന്നെ കേൾക്കുന്ന പ്രിയരെ, കൊടുപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. ആമേൻ. നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിശ്ചയമായി പ്രതിഫലം തരുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ദൈവം മറുപടി തരും. നിങ്ങളുടെ കണ്ണുനീരിന് ദൈവം മറുപടി തരും. എത്രത്തോളം കൊടുക്കുന്നുവോ അതിലധികം തന്ന് നിങ്ങളെ മാനിക്കുന്ന ഒരു ദൈവം ഈ പകലിലും തിരിച്ചറിയുന്നവർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാട്ടെ. അമർത്തി കുലുക്കി കവിയുന്ന ഒരളവ്, അപ്പാ അമർത്തി കുലുക്കി കവിയുന്ന ഒരളവ് ഇന്ന് പകലിൽ എൻ്റെ ജീവിതത്തിൽ എൻ്റെ തൊഴിലിടത്തിൽ വെളിപ്പെടുവാൻ, എൻ്റെ ആത്മീയ ജീവിതത്തിൽ വെളിപ്പെടുവാൻ, എൻ്റെ കുടുംബ ജീവിതത്തിൽ വെളിപ്പെടുവാൻ, ഞാൻ കൊടുത്തതിലധികം പ്രാപിക്കുവാൻ യേശുവിൻ നാമത്തിൽ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ, ദൈവത്തിന് സ്തുതി കൊടുത്താട്ടെ, ദൈവത്തിന് സ്തോത്രം കൊടുത്താട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. നന്ദി കർത്താവേ, നന്ദി യേശുവേ, നന്ദി രാജാവേ. അങ്ങയുടെ വലിയ സ്നേഹത്തിനായി, അങ്ങയുടെ കരുതലിനായി സ്തുതിക്കുന്ന കർത്താവേ. പ്രാർത്ഥനകൾക്ക് മറുപടി ഉണ്ടാകട്ടെ കർത്താവേ. എല്ലാ സംശയങ്ങളും മാറിപ്പോകട്ടെ, എല്ലാ ഇരുമനസ്സും മാറിപ്പോകട്ടെ, ഉന്നത ഭാവങ്ങൾ മാറിപ്പോകട്ടെ. യേശുവിൻ നാമത്തിൽ ഞങ്ങൾ താഴ്ത്തുന്ന കർത്താവേ. ഒരുമിച്ച് വിളിച്ച് പറയാം, അപ്പാ ഞങ്ങൾ താഴ്ത്തുന്നപ്പാ, ഞങ്ങളൊന്നുമില്ല കർത്താവേ. ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയ കുറവുകളെ ക്ഷമിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരണമേ. ഇന്ന് പകൽ ചിലർ പ്രാർത്ഥനയുടെ മറുപടി കണ്ട് യേശുവിൻ നാമത്തിൽ ചിലർ പ്രാർത്ഥനയുടെ മറുപടി കണ്ട് എഴുന്നേൽക്കുവാൻ പോകുക. നിന്റെ വർഷങ്ങളായുള്ള പ്രാർത്ഥനയുടെ മറുപടി കണ്ട്, നിന്റെ കാലങ്ങളായുള്ള പ്രാർത്ഥനയുടെ മറുപടി യേശുവിൻ നാമത്തിൽ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക, കർത്താവ് പ്രവർത്തിക്കുക. ഓ റാധാന ഷഖാറത്തിനെ മുൻപോട്ട് വിടാതവണ് നിന്നെ തകർത്ത് വെല്ലുവിളിക്കുന്ന ആ പോര് യേശുവിൻ നാമത്തിൽ, നിന്നെ കരയിപ്പിക്കുന്ന, നിന്നെ നിരാശപ്പെടുത്തുന്ന, നിന്നെ ഷഖാറത്തിനെ യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ലൈവിലായിരിക്കുന്നവരെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ. അമർത്തി കുലുക്കി കവിയുന്ന ഒരളവ്, അമർത്തി കുലുക്കി കവിയുന്ന ഒരളവ്, അമർത്തി കുലുക്കി യേശുവിൻ നാമത്തിൽ അമർത്തി കുലുക്കി, അല്പമല്ല 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 അല്പമല്ല, അമർത്തി കുലുക്കി അമർത്തി കുലുക്കി അമർത്തി കുലുക്കി കവിയുന്ന ഒരളവ്. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. നന്ദി കർത്താവേ. ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അപ്പോൾ പ്രാർത്ഥനകൾക്ക് മറുപടി പ്രാപിച്ച് വലിയ സാക്ഷ്യവുമായി തുടർന്നുള്ള ദിവസങ്ങളിൽ ഞങ്ങൾക്കൊപ്പമായിരിക്കുവാൻ സ്വർഗ്ഗം ഇവർക്ക് അവസരം നൽകിയാട്ടെ. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ലൈവിൽ ഞങ്ങൾക്കൊപ്പമായിരിക്കുന്ന ജനത്തെ അടിയാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. പ്രീഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രീഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രീഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.